السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الهادي الغفار، والصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار. حسبي الله حسبي الله حسبي الله ونعم الوكيل، نعم المولى ونعم النصير، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. സ്നേഹമെന്തെന്നറിയണമെങ്കിൽ നബിയെ പുൽകണം, സ്നേഹം നേടാതെ തിരുറോളിൽ ഒന്നു ചേരണം. സൽഗുണസന്താപം നബിയെ കനവിൽ കാണണം. സുന്ദരമാരുദീനിൽ ഒന്നു ചേരണം. സ്നേഹമെന്തെന്നറിയണമെങ്കിൽ നബിയെ പുൽകണം, സ്നേഹം നേടാനാ തിരുറോളിൽ ഒന്നു ചേരണം. പ്രൗഢമായ മഹത്തായ ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ പ്രഗത്ഭരായ സഹോദരങ്ങൾ, ഇവിടെ സ്വാഗത ഭാഷണം നിർവഹിച്ച പ്രിയപ്പെട്ട അബ്ദുൽ ഗഫൂർ സാഹിബ്, നമ്മുടെ അധ്യക്ഷൻ കെ വി മൊയ്തീൻ കോയ സാഹിബ്, അതുപോലെ നമ്മുടെ വേദിയിൽ ഇത്രയും സമയം മനോഹരമായി നമുക്ക് നന്മ പറഞ്ഞ പ്രിയപ്പെട്ട നജഫ് സാഹിബ്, അഹമ്മദ് കോയ സാഹിബ് അവർകൾ, അതുപോലെ വേദിയിൽ ഉപവിഷ്ടരായ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടിയത് അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വളരെ കാലികമായി മനസ്സിലാക്കേണ്ട, ജീവിതത്തിൽ അർത്ഥമറിഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ പന്ഥാവിൽ നമ്മൾ സ്വീകരിക്കേണ്ട ചില മാതൃകാപരമായ സ്വഭാവ സവിശേഷതകളെ സംബന്ധിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈ മയക്കുമെന്നേ ചുണ്ടിൽ ഷോക്ക് വരുന്നുണ്ട്, എന്താ നോക്കി ഇൻഷാ അല്ലാഹ് കുറച്ച് ഡിലേ കൂട്ടി. സ്വർഗത്തിൻ്റെ സുഗന്ധമുള്ള സൗഹൃദ ബന്ധങ്ങൾ എന്ന ഒരു വിഷയം, അതാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. ആമുഖമായിട്ട് ഞാൻ പറയുന്നത്, നമ്മളൊക്കെ പുതിയ കാലത്ത് ജീവിക്കുന്നവരാണ്. പഴയ കാലത്തുള്ള ഒരു അന്തരീക്ഷമോ ചുറ്റുപാടോ ഒന്നുമല്ല നമ്മുടെ മുന്നിലുള്ളത്. അല്ലാഹുവിൻ്റെ ദുനിയാവിൽ പദ്യന്മാരെ പോലെ അനൽപമായി അനുരാഗത്തിൻ്റെ ജീവിതം അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ച് സന്തോഷത്തോടെ മരിക്കണമെന്ന് കൊതിക്കുന്നവരാണ്. പഴയകാലഘട്ടം പോലെയുള്ള ഒരു സന്ദർഭമോ സംവിധാനങ്ങളോ ഒന്നുമല്ല നമ്മുടെ മുന്നിലുള്ളത്. തെറ്റുകളും തിന്മകളും ഹറാമുകളൊക്കെ സംഭവിക്കാൻ എമ്പാടും സാധ്യതയുള്ള ഒരു കാലഘട്ടം. എത്രയോ
ഒരു സാഹചര്യങ്ങൾ അതീവ ഗൗരവത്തോടെ മുന്നോട്ട് ഗമനം നടത്തുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ വളരെ മർമ്മപ്രധാനമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു 1.5 മണിക്കൂർ നിങ്ങൾ സദസ്സിൽ വന്നിരിക്കുമ്പോൾ കുറേ പാട്ടും ഒച്ചയും ബഹളവും കേട്ടിട്ട് അങ്ങ് വീട്ടിൽ പോയാൽ അത് നഷ്ടമാണ്. പഴയകാലത്തെ പോലെ സുബ്ഹി ബാങ്ക് കൊടുക്കുന്നവരെ വഅ്ള് പറയാ, എന്നിട്ട് ആളുകൾ പിരിഞ്ഞു പോകുന്ന ഒരു സംവിധാനമോ ഒരു സിസ്റ്റമോ ഒന്നും ഇന്ന് നിലവിലില്ല. ആളുകളെല്ലാം കുറഞ്ഞ സമയം കൊണ്ട് എമ്പാടും അറിവ് കിട്ടാനുള്ള മാർഗം എവിടെ എന്നന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള റീസണിങ് കപ്പാസിറ്റി ഉള്ള ഒരു സമൂഹമാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ സുഹൃത്തുക്കൾ ഒക്കെയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ അല്പം ആയത്തുകളും ഹദീസുകളും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ വന്ന സമയം നിങ്ങൾക്ക് മുതലാകണം. അതിനുവേണ്ടി അല്പായത്തുകൾ, ഹദീസുകൾ, ചരിത്രങ്ങളൊക്കെ, വ്യാഖ്യാനങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. കുറേ അവിടുത്തെ സംഭവം, കാസർഗോഡ് സംഭവം, തിരുവനന്തപുരത്ത് സംഭവം, അപ്പുറത്തെ സംഭവം, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് സദസ്സ് അതിങ്ങനെ കേട്ടതിൽ പുളകിതമാകുന്ന ഒരു സിറ്റുവേഷനൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. പുതിയ തലമുറ കൂടുതൽ അന്വേഷണവും കൂടുതൽ നന്മയും കുറഞ്ഞ സമയം കൊണ്ട് പരിജ്ഞാനങ്ങളും തേടുന്നൊരു കാലമാണ്. അപ്പം നമ്മളും അതിൻ്റെ കൂടെ സഞ്ചരിച്ച് നടപ്പുരീതികളിലുള്ള വൈറസുകളെയെല്ലാം മാറ്റി നിർത്തിയിട്ട് യഥാർത്ഥമായ ദീനിനെ മനോഹരമായി പഠിക്കുന്നൊരു തലമുറയാക്കി അള്ളാഹു നമ്മളെ മാറ്റിത്തരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് ദുആ ചെയ്യുകയാണ്. നമ്മുടെ വിഷയം സ്വർഗത്തിൻ്റെ സൗഹൃദം, സ്വർഗത്തിൻ്റെ ഗന്ധമുള്ള സൗഹൃദ ബന്ധങ്ങൾ, സ്നേഹബന്ധം എന്നതാണ്. വളരെ പ്രധാനത്തോടെ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട വിഷയമാണ്. ആയത്തുകൾ, ഹദീസുകൾ, ചരിത്ര സംഭവങ്ങൾ, അതിൻ്റെ പണ്ഡിതർ കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വളരെ നല്ല റാഹത്തുള്ള മനസ്സോടെ കേൾക്കണം. ഇൻഷാ അല്ലാഹ് ഇടയ്ക്ക് ഞാൻ ചോദിക്കും. അപ്പോൾ ഉത്തരം കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് സമ്മാനം ഉണ്ടാവും. അള്ളാഹു സ്വീകരിക്കട്ടെ. സായിദുമോൾ സമയം എത്ര മണിയാണ്? 9 മണി അല്ല, എത്ര മണി വരെ പോവാം? 10:30. ഇൻഷാ അല്ലാഹ്. നിരന്തര യാത്ര കാരണം ഭയങ്കര ക്ഷീണം എനിക്കുണ്ട്. നമ്മുടെ പ്രിയ കൂട്ടുകാരൻ സുഹൈർ, അദ്ദേഹത്തിനൊക്കെ അറിയാം. അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഉണർത്തുകയാണ്. ഒരു ഫഹറോ അഹങ്കാരമൊന്നും പറഞ്ഞതല്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് പറയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, എന്തിനാണ് ബന്ധങ്ങൾ, അവിടെയാണ് നമ്മുടെ വിഷയം തുടങ്ങുന്നത്. വിഷയം അങ്ങ് കേട്ടാൽ നമ്മുടെ നാട്ടിൽ പിന്നെ പ്രോബ്ലം ഉണ്ടാവരുത്, മനസ്സിൽ പിന്നെ പ്രശ്നം ഉണ്ടാകരുത്. ഇൻഷാ അല്ലാഹ്. എന്തിനാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, മനുഷ്യരോടുള്ള ബന്ധത്തിൻ്റെ പ്രാധാന്യം എന്താണ്? നേരത്തെ ഷറീജ് സാഹിബ് എന്നോട് പറയുകയുണ്ടായി, നമ്മുടെ നജഫ് മുഹമ്മദ് കോയ സാഹിബിന് ഒരുപാട് ബന്ധങ്ങൾ. എങ്ങനെയാണ് ഈ പള്ളി ഇത്ര മനോഹരമായി ഇവിടെ ഉണ്ടാക്കിയത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ, അറബി ഉണ്ടാക്കിയതാണോ? അല്ല, ഇവിടുത്തെ സെക്രട്ടറിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, നാട്ടിലൊക്കെ ഒരുപാട് നന്മയുള്ളവരാണ്, പരിസര പ്രദേശത്തുള്ള ആളുകളൊക്കെ സഹായിച്ച് നാട്ടുകാരുടെ ഒത്തൊരുമയിലൂടെയാണ് ഈ മനോഹരമായ പള്ളി ഇവിടെ ഉണ്ടായത് എന്ന് കേട്ടു. വളരെ മനോഹരം, മാഷാ അല്ലാഹ്. ബന്ധങ്ങളും ഇഷ്ടങ്ങളുമാണ് സമൂഹത്തിൽ നന്മയും പുരോഗതി ഉണ്ടാകുന്നത്. ആ ഒരു ഉദാഹരണത്തിലൂടെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലിരിക്കുകയാണ്. ആ സമയത്താണ് ഫമറ ജനാസ, ഒരു മയ്യത്ത് മുന്നിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ കൂടെ വരണം കേട്ടോ നിങ്ങൾ, എന്നാലേ കേൾക്കും. ഒരുപാട് ആസ്വാദിച്ചിട്ടുള്ളൊരു വാദം നിങ്ങൾ വിചാരിക്കുക, എനിക്കുള്ള സൗണ്ടും ഇല്ല. 24ാമത്തെ പ്രോഗ്രാം ആയിരിക്കും ഇന്ന് തുടർച്ചയായിട്ട്. മാർച്ച് 22 കണ്ട് തുടങ്ങിയതാണ്. അപ്പം ഇങ്ങനെ ഇടയ്ക്ക് 1-2 ദിവസം ഒഴിവുണ്ടായിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടുണ്ട്, ദുആക്ക് വേണ്ടി പറയാൻ, അല്ലാതെ ഫഖർ പറയല്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ പരിസരത്ത് കുറച്ച് ആളുകളുണ്ട്. ആ സമയത്താണ് ഒരു മയ്യത്ത് മുന്നിലൂടെ കൊണ്ടുപോകപ്പെടുന്നത്. ആ മയ്യത്തിനെ കണ്ടപ്പോ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തുള്ള കുറച്ചാളുകൾ ആ മയ്യത്തൊരു നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു. 2-3 ആളുകൾ എന്ത് പറഞ്ഞു? വകാന ഖൈറാ, ആ മയ്യത്തിനെ പറ്റി കുറെ നന്മകൾ, അദ്ദേഹം ഒരു നല്ല ആളായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു എന്നൊക്കെ ആര് പറഞ്ഞു? ഫാറൂഖ് തങ്ങളുടെ അടുത്തുള്ളവർ പറഞ്ഞു.
ശ്രദ്ധയോടെ കേൾക്കണേ. ഇതങ്ങ് കേട്ടപ്പോ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെയുള്ളവരോട് ചോദിച്ചു, ആ മയ്യത്തിനെ നിങ്ങൾക്കറിയാമോ? അറിയാം, ഞങ്ങൾക്കറിയാം ഉമറ, ഞങ്ങൾക്കറിയാം. യാ അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾ അയൽവാസിയാണ്, ഞങ്ങൾക്ക് നല്ല ബന്ധമുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ പരിസരത്തുള്ള സ്വഹാബികളോട് പറയുകയാണ്, സ്വഹാബാ വജബത് ലഹുൽ ജന്ന, ആ മയ്യത്തിനിക്ക് സ്വർഗം നിർബന്ധമാണല്ലോ. ഇവിടുന്ന് ഷോക്ക് അടിക്കുന്നുണ്ട് ഈ മയ്യത്തിന്. ആ മയ്യത്തിനിക്ക് സ്വർഗം നിർബന്ധമാണല്ലോ. വജബത് ലഹുൽ ജന്ന, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആളുകൾ ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ആ മനുഷ്യന് സ്വർഗത്തിലാണെന്ന് പറയാനുള്ള കാരണമെന്ത്? മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് പരിസരത്തുള്ള ആളുകൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ആ മനുഷ്യന് സ്വർഗത്തിലാണെന്ന് പറയുന്നത്? അയാള് സ്വർഗത്തിലാണെന്ന് ഇത്ര ഉറപ്പിച്ചു പറയാനുള്ള കാരണം എന്താ? നിങ്ങൾക്ക് ആ മനുഷ്യൻ അറിയാമോ? യാ അമീറുൽ മുഅ്മിനീൻ, അദ്ദേഹം സ്വർഗത്തിലാണെന്ന് ഉറപ്പിച്ചു പറയാനുള്ള കാരണം എന്താണ്? നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാമോ? അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, ഇല്ല, ആ മനുഷ്യനെ എനിക്കറിയില്ലല്ലോ, ആ മനുഷ്യനെ എനിക്കറിയില്ലല്ലോ. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് സ്വഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞതാണല്ലോ, അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, ഷഹീദ് ലഹു അർബഅത്തുൻ ഖൈറാ അദ്ഖലഹുല്ലാഹുൽ ജന്ന. ഒരു മനുഷ്യനെ പറ്റി 4 ആളുകൾ നല്ലത് പറഞ്ഞ, ഒരു മനുഷ്യനെ പറ്റി 4 ആളുകൾ നല്ലത് പറഞ്ഞെങ്കിലോ അല്ലാഹു തആല മനുഷ്യനിക്ക് സ്വർഗ്ഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, എന്റെ വർത്തമാനമല്ല. റസൂലുള്ള പറഞ്ഞു, ഒരു മനുഷ്യനെ പറ്റി 4 ആളുകൾ നല്ലത് പറഞ്ഞാൽ, 4 ആളുകൾ നല്ലത് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകന് പറയുകയാണ്, ഷഹീദ് ലഹു അർബഅത്തുൻ ഖൈറാ അദ്ഖലഹുല്ലാഹുൽ ജന്ന. മരിച്ചു കിടക്കുമ്പോൾ 4 ആളുകൾ നല്ലത് പറഞ്ഞാൽ, 4 ആളുകൾ നല്ലത് പറഞ്ഞാൽ ആ മനുഷ്യനിക്ക് സ്വർഗ്ഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. ഉമർ എന്നവർ സ്വഹാബികളോട് പറഞ്ഞു, നിങ്ങളല്ലേ ആ മനുഷ്യനൊരു നല്ലോനാണെന്ന് പറഞ്ഞത്? നിങ്ങളല്ലേ അത് പറഞ്ഞത്? ഞാൻ ചോദിച്ചല്ലോ, നിങ്ങൾക്ക് അയാളെ അറിയുമോ? നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അയൽവാസിയാണ് എന്ന് നിങ്ങളാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളിൽ 4 പേര് നല്ലത് പറഞ്ഞില്ലോ, അടുത്തറിയുന്ന 4 ആളുകൾ നല്ലത് പറഞ്ഞില്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോ, ലോകത്തിന്റെ നായകന് പറഞ്ഞു, അർബഅത്തുൻ ഖൈറാ അദ്ഖലഹുല്ലാഹുൽ ജന്ന. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അടുത്തറിയുന്ന 4 ആളുകൾ ഒരാളെ പറ്റി നല്ലവ പറഞ്ഞ ആ മനുഷ്യനെ അല്ലാഹു സ്വർഗ്ഗം
സുഖത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല റാഹത്തുള്ള മൈക്ക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോൾ എന്താകണം, ഷോക്ക് അടിക്കുന്നുണ്ട് അല്ലേ. മൈക്ക് ഇങ്ങനെ ചില സ്ഥലത്തു നിന്നൊക്കെ ഉണ്ടാവാറുണ്ട് മൈക്കാണ് ഷോക്ക് അടിച്ചിട്ട് ആക്കണ്ട് തെറിച്ച് പോകുന്നത്. അങ്ങനെ ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി പറഞ്ഞത്, വേറെ കുഴപ്പമൊന്നുമില്ല. മാഷാ അല്ലാഹ്. ഇവിടെ ചെറിയൊരു മുറിവ് വന്നു പോലും, സാരമില്ല. അപ്പോ നമ്മുടെ വിഷയം അവിടെ തുടങ്ങുന്നു. 4 ആളുകൾ മരിച്ച മയ്യത്തിനെ പറ്റി നല്ലത് പറഞ്ഞാൽ ആ മനുഷ്യനിക്ക് സ്വർഗമുണ്ടെന്ന് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് കുഴപ്പമില്ല. 4 ആളുകൾ നല്ലത് പറഞ്ഞാൽ ആ മനുഷ്യനിക്ക് സ്വർഗമാണ്, ആ മനുഷ്യനിക്ക് സ്വർഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് സ്നേഹം, എന്തിനാണ് സൗഹൃദം? അവിടെയാണ് നമ്മുടെ ഉത്തരം തുടങ്ങുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പറ്റി 4 ആളെങ്കിലും നല്ലോനാന്ന് പറയണം. നമ്മൾ അവസാനത്തെ ശ്വാസം വലിക്കുമ്പോ നമ്മളെപ്പറ്റി 4 ആളെങ്കിലും നല്ലവനാണെന്ന് പറയണം. അതിനാണ് സൗഹൃദം, സ്നേഹം. അവിടെ നമ്മുടെ വിഷയം തുടങ്ങുന്നു. അള്ളാഹു പറയാനും നല്ലതുപോലെ ഉൾക്കൊള്ളാനും അള്ളാഹു നമ്മൾക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല റാഹത്തോടെ, നല്ല മനസ്സോടെ, നല്ല അന്തരീക്ഷമാണ്, ചൂടൊന്നുമില്ല. മാഷാ അല്ലാഹ്, പന്തലൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. സദസ്സിട്ട കസേര ഫുള്ളായിട്ടുണ്ട്. പിള്ളേരൊക്കെ നല്ല മനസ്സറിഞ്ഞ് കേട്ടാൽ മതി ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ നഷ്ടമാണ്. കേട്ട് മനസ്സറിഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വെറുതെ വന്നിരുന്നതാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. നാളെ മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുകോയ തങ്ങളാണ് നമ്മുടെ പരിപാടിയിൽ വരുന്നത്. ഭാഗ്യമുള്ള നാടാണ്, ഭാഗ്യമുള്ള മജ്ലിസാണ്, നല്ല മനോഹരമായ പള്ളിയാണ്. മാഷാ അല്ലാഹ്. അള്ളാഹു അതിൻ്റെ പിന്നിൽ പണിയെടുത്തവർക്കൊക്കെ അള്ളാഹു ഖൈർ കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. വീട്ടിൽ 2 മക്കളുണ്ടെങ്കിൽ അല്ലേ, 2 മക്കളുണ്ട് വീട്ടിൽ, ചെറിയ 2 മക്കളാണ്. ഒന്നിനെ ഉമ്മ എടുത്ത് താലോലിക്കുമ്പോൾ മറ്റേത് കരയാറുണ്ട്, നമ്മൾ കാണുന്നതാ അല്ലേ. ആ ചെറിയ പൈതൽ എന്തേ കരയുന്നത്? ആ പൈതലിന് ആരാണ് അവിടെ കരച്ചിലിന് പ്രേരിപ്പിച്ചത്? ആ പൈതലും ആഗ്രഹിക്കുന്നത് ഞാൻ സ്നേഹിക്കപ്പെടണമെന്നാണ്. പ്രായമുള്ള ആളുകളും ആഗ്രഹിക്കുന്നത് എനിക്കൊരുപാട് നല്ല ബന്ധമുണ്ടാകണം, ഞാൻ കുറെ സ്നേഹിക്കപ്പെടണമെന്നതാണ്. യുവാക്കളും യുവതികളും എല്ലാ മനുഷ്യരും, എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും എപ്പോഴും കൊതിക്കുന്നത് സ്നേഹബന്ധങ്ങളാണ്, ഇഷ്ടങ്ങളാണ്. മനുഷ്യന്റെ ജീവിതം ഏറ്റവും സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാരണവും മനുഷ്യർ തമ്മിലുള്ള സ്നേഹബന്ധമാണ്. അവിടെ എന്താണ് വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ? ബന്ധങ്ങളെപ്പറ്റി എന്താണ് ഖുർആൻ പറയുന്നത്? എന്താണ് ഹദീസുകൾ, അതിന്റെ പ്രാധാന്യം? ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയം തുടരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി വന്നിട്ട് ചോദിക്കുകയാണല്ലോ, നബിയേ യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പരലോകമുണ്ടല്ലോ, ആ പരലോകത്തിൽ വിജയിക്കാനാണ് ഞാൻ ഇസ്ലാമിലോട്ട് കടന്നു വരിക എന്നാ അള്ളാഹുവിന്റെ റസൂലേ, ദുനിയാവിന്റെ ലോകമുണ്ടല്ലോ, ദുനിയാവിന്റെ ലോകത്ത് ദീനിന്റെ സമാധാനമുള്ള ഇസ്ലാമിന്റെ മനോഹരമായ സൗന്ദര്യമുണ്ടല്ലോ, എന്നെ കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നില്ല നബിയേ. ഇസ്ലാമിന്റെ സൗന്ദര്യം അനുഭവിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഇസ്ലാമിന്റെ ടേസ്റ്റ് മനസ്സിലാകാനുള്ള മാർഗം എന്താണ് നബിയേ?
നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് അല്ലേ? നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാരും മതമുള്ളവരും മതമില്ലാത്തവരൊക്കെ ഉണ്ട്. അവരും ജീവിക്കുന്നു, നമ്മളും ജീവിക്കുന്നു. നമ്മളൊരു മുസ്ലിമീങ്ങളാണ്. ആസ് എ മുസ്ലിം നമ്മൾക്ക് വല്ല സന്തോഷവും തോന്നാറുണ്ടോ? ഞാനൊരു മുസ്ലിമാണ്, ഞാൻ നിസ്കരിക്കുന്നവനാണ് എന്നൊരു ഹാപ്പിനെസ്, സ്വീറ്റ്നെസ് നമുക്ക് പലപ്പോഴും ഇസ്ലാമിന്റെ ഫീലിംഗ്, ഇസ്ലാമിന്റെ മാധുര്യം, സ്വീറ്റ്നെസ്, വി കാൻ നോട്ട് ഫീൽ ദ ടേസ്റ്റ് ഓഫ് ഇസ്ലാം എന്നാ പറയല്. അത് ഫീൽ ചെയ്യുന്നില്ല, നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം എന്താണ്? സ്വഹാബി ചോദിച്ചത് അവിടെയാണ്. ദുനിയാവിൽ വെച്ചുകൊണ്ട് ദീനിന്റെ മാധുര്യം തിരിയാനുള്ള മാർഗം എന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, സ്വഹാബ, ഈമാനിന്റെ മധുരമുണ്ടല്ലോ, ഈമാനിന്റെ മധുരമുണ്ടല്ലോ, അത് മനസ്സിലാകാനുള്ള മാർഗം എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാണ്, من كن فيه وجد حلاوة الإيمان. ഒരു മനുഷ്യനിൽ 3 കാര്യമുണ്ടോ? ഒരു മനുഷ്യനിൽ 3 കാര്യങ്ങളുണ്ടോ? ഈമാനിന്റെ മധുരമുണ്ടല്ലോ, വിശ്വാസത്തിന്റെ മാധുര്യമുണ്ടല്ലോ, അവന് മനസ്സിലാകുമല്ലോ നബിയേ മുഹമ്മദ് മുസ്തഫ. ഈമാനിന്റെ ടേസ്റ്റ് 3 കാര്യം ഉണ്ടെങ്കിൽ അവന് മനസ്സിലാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ 3 കാര്യം? അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, സ്വഹാബ, അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഒന്നാമത്തെ മാർഗമെന്ന് പറയുന്നത് അവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ഇഷ്ടം അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടാകണം. ഒന്നാമത്തത്. ഞാൻ ഇടയ്ക്കിലെ ചോദിക്കും, ഉത്തരം കിട്ടിയ സമ്മാനം ഉണ്ട്. അപ്പൊ മറന്നുകൊണ്ട് മോഡൽ ഓർത്ത് വെച്ചോ, കുട്ടികളൊക്കെ ഉള്ള സദസ്സാണല്ലോ. ഒന്നാമത്തെ കാര്യം എന്താ? അല്ലാഹും അല്ലാഹുവിന്റെ റസൂലായിരിക്കണം അവന്റെ മനസ്സിന്റെ ഏറ്റവും വലിയ ഇഷ്ടഭാജനം. സ്നേഹം ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോട്, അല്ലാഹുവിന്റെ റസൂലിനോട്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തേതാണ് നമ്മുടെ വിഷയം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, സ്വഹാബ, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? അയ്യുഹിബ്ബൽ മറാ ഇല്ലാ ബില്ലാ. അയ്യുഹിബ്ബൽ മർഅ, ഒരു മനുഷ്യനെ സ്നേഹിക്കലാണ്, ഇഷ്ടപ്പെടല, സൗഹൃദം ഉണ്ടാക്കലാണ്. എന്തിന്? കള്ളുടിയാനല്ല, അള്ളാഹ്ക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, പാവങ്ങളെ സഹായിക്കാൻ, നല്ല നല്ല ഇഷ്ടമുള്ള സ്നേഹ സദസ്സുകൾ ഉണ്ടാക്കാൻ, സൗഹൃദം ഉണ്ടാക്കലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈമാൻ മധുരം മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ, നമ്മുടെ ബന്ധങ്ങളിൽ എന്തോ പ്രോബ്ലം ഉണ്ട്, നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ എന്തോ വിള്ളലുണ്ട്. അതുകൊണ്ടാണ് മനസ്സമാധാനം അള്ളാഹു എടുത്തു കളയുന്നത്. എന്താ മനസ്സമാധാനം ഉണ്ടാകാൻ ചെയ്യേണ്ടത്? ഇസ്ലാമിന്റെ മാധുര്യം, ഇസ്ലാമിന്റെ ടേസ്റ്റ് മനസ്സിലാകാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള കൊടുത്ത മറുപടി രണ്ടാമത്തത്, യുഹിബ്ബൽ മർഅ ഇല്ലാ ലില്ലാഹ്. അല്ലാഹു തആലക്ക് വേണ്ടി നല്ല നല്ല ബന്ധമുണ്ടല്ലോ, ഇഷ്ടമുണ്ടല്ലോ, അത് മനോഹരമായി ഉണ്ടാക്കലാണല്ലോ, സൗഹൃദം ഉണ്ടാക്കലാണ്. മൂന്നാമത്തേത് എന്താണ് നബിയേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, സ്വഹാബ,
ഈമാനിന്റെ മാധുര്യം മനസ്സിലാകാനുള്ള മൂന്നാമത്തെ അടയാളം എന്താണല്ലോ, മൂന്നാമത്തെ അടയാളം എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്തേ? അല്ലാഹു തആല ഈമാൻ കൊടുത്തെങ്കിലോ, അല്ലാഹു തആല ഇസ്ലാമിന്റെ അവദാനങ്ങൾ പഠിപ്പിച്ചെങ്കിലോ, ഈമാനിന്റെ മാധുര്യം അല്ലാഹു അവന് കൊടുക്കണമെങ്കിലോ, കുഫറിന്റെ മാർഗത്തിലേക്കുള്ള, ഹറാമിന്റെ മാർഗത്തിലേക്കുള്ള, ശിർക്കിന്റെ മാർഗത്തിലേക്കുള്ള എല്ലാ ചിന്തകളും മനസ്സിൽ നിന്ന് മാറ്റണേ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നെണ്ണം പറഞ്ഞു. ഒന്ന്, ഏറ്റവും വലിയ ഇഷ്ടം അള്ളാഹിനോടും അള്ളാഹിന്റെ റസൂലിനോടും. രണ്ട്, മനുഷ്യരെ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക. രണ്ട്, ബന്ധങ്ങൾ ഉണ്ടാക്കുക. മൂന്നെന്താ പ്രിയപ്പെട്ടവരെ? ഇസ്ലാം അള്ളാഹു തന്നു, അതായത് നമ്മൾ മുസ്ലിം ആക്കി. ഇനി എന്ത് ചെയ്യരുത്? കുഫറിലേക്ക് പോകരുത്. കുഫറിലേക്ക് പോകരുത് എന്ന് പറഞ്ഞാൽ കുഫർ വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യരുത്? ജീവിതത്തിൽ ഉണ്ടാവരുത്. കുഫർ വരുന്ന കാര്യം എന്താണ്? ഒന്നാമത് പണ്ഡിതന്മാർ എഴുതി വെക്കാൻ. അതൊറ്റ കാര്യം പറഞ്ഞുതരാം. എന്താണ് കുഫർ വരാനുള്ള ഒന്നാമത്തെ കാരണം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്ന സഹാബ, കുഫറിന്റെ മാർഗത്തിലേക്ക്, യുദ്ധത്തിന്റെ വടിയോരങ്ങളിലേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയോ? തഅ്ലീമുമാ അല്ലമല്ലാഹ് വതഹ്ഖീറുമാ അത് ജീവിതത്തിൽ പകർത്താതിരിക്കലാണ്. എന്താണ് തഅ്ലീമുമാ അല്ലമല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്നറിയുമോ? അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കലാണ്. ഈമാനിന്റെ മധുരം മനസ്സിൽ നിന്ന് എടുക്കപ്പെടാ ജീവിതം സമാധാനമില്ലാതെ ആകുന്ന കാലമാണല്ലോ. എല്ലാ ഉപ്പമാരും വിളിച്ചു പറയുന്നത്, ഉസ്താദേ സമാധാനമില്ലല്ലോ, ശാന്തിയില്ലല്ലോ, പണമുണ്ട് ഉസ്താദേ, പക്ഷേ മനസ്സമാധാനമില്ല, ശാന്തി കിട്ടുന്നില്ല, സമാധാനമില്ല എന്ന് പറയുന്ന ആർക്കെങ്കിലും ഈ സദസ്സിൽ സമാധാനമില്ലെങ്കിലോ മനസ്സ് തുറന്നിട്ട് കേട്ടോ, ഈമാനിന്റെ മധുരം മനസ്സിലാക്കാൻ സാധിക്കാതെ എപ്പോഴും മനസ്സിന്റെ ഉള്ളില് സങ്കടമാണല്ലോ എന്ന ബോധമാണോ, എന്നുള്ള അനുഭവങ്ങളാണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈമാൻ അല്ലാഹു കൊടുത്തു, മുസ്ലിമാക്കി പടച്ചോന് ജനനം കൊടുത്തു, എന്നിട്ട് ഇസ്ലാമിനെ വലിച്ചെറിയുന്ന, കുഫറിന്റെ മാർഗത്തിലേക്ക് പോകുന്ന ഒന്നാമത്തെ വടി എന്തെന്നറിയോ? തഅ്ലീമുമാ അല്ലമല്ലാഹ് وتحقير ما حقر الله. തഅ്ലീമാൻ അല്ലാഹു ആദരിച്ച ചില സംഗതികളുണ്ടല്ലോ, അല്ലാഹു ആദരിച്ച ചില സംഗതികളുണ്ടല്ലോ, ആ സംഗതികളെ ആരെങ്കിലും ബഹുമാനിച്ചിട്ടില്ല എങ്കിൽ അവൻ കുഫറിലേക്ക് പോകുന്ന, മനസ്സമാധാനം പോകുന്ന ഒന്നാമത്തെ കാരണമാണ്. എന്താണ് അല്ലാഹു ആദരിച്ചത്? അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കും താലീം എന്ന് പറഞ്ഞാൽ പള്ളിയെ മാത്രം ആദരിച്ചാൽ മതിയോ, അല്ല ഖുർആൻ മാത്രം ആദരിച്ചാൽ മതിയോ, അതല്ല അള്ളാന്റെ ദീൻ പഠിപ്പിക്കുന്ന മദ്രസ അത് മാത്രമാണോ? അല്ല, വലഖദ് കറംനാ ബനീ ആദം, അല്ലാഹു തആല ആദം സന്തതികളെ ആദരിച്ചതാണ്.
മനുഷ്യന്മാരെ അള്ളാഹു ആദരിച്ചതാണല്ലോ. മനുഷ്യന്മാരെ നിന്ദിക്കുന്ന, മനുഷ്യന്മാരെ പരിഹസിക്കുന്ന, ഇകഴ്ത്തുന്ന വല്ല ചിന്തയും മനസ്സിലോട്ട് വന്നോ കുഫറിലേക്കുള്ള ഒന്നാമത്തെ ചവിട്ടുപടിയാണെന്ന് പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. ഈമാന്റെ ടേസ്റ്റ് കിട്ടാൻ, സമാധാനം കിട്ടാൻ 3 മാർഗം. ഒന്ന് ഏറ്റവും സ്നേഹം അല്ലാഹയോട്, അല്ലാഹുവിന്റെ റസൂലിനോട്. 2 ബന്ധം, ഇഷ്ടം, സ്നേഹം, സൗഹൃദം. 3 കുഫറിലേക്ക് പോകരുത്. കുഫറിലേക്ക് പോകുന്ന ഒന്നാമത്തെ കാര്യം തഅലീം, അല്ലാഹ് ആദരിച്ചതിനെ ബഹുമാനിക്കാതിരിക്കല, തഅലീം ചെയ്യാതിരിക്കല. അല്ലാഹ് നിന്ദിച്ചതിനെ ആദരിക്കുക, അല്ലാഹ് ബഹുമാനിച്ചതിനെ നിന്ദിക്കുക. അല്ലാഹ് ബഹുമാനിച്ച ഒന്നാമത്തെ കാര്യം സൃഷ്ടികളിൽ വലക്കത് കറംന ബനിയാദം, മനുഷ്യന്മാർ അല്ലാഹ് ആദരിച്ചു. ആ മനുഷ്യരെ നിന്ദിക്കുന്നത് കുഫറിന്റെ മാർഗവാ, കുഫറിലേക്കുള്ള ചവിട്ടുപടിയാ. നമ്മുടെ വിഷയം അങ്ങനെ പോകുകയാണ്. മനുഷ്യന്മാരെ ആദരിക്കുന്നത്, മനുഷ്യന്മാരെ ഇഷ്ടപ്പെടുന്നത്, മനസ്സമാധാനം കിട്ടാൻ, ഈമാനിന്റെ മാധുര്യം മനസ്സിലാകാനുള്ള പ്രധാനപ്പെട്ട മാർഗമാണ്. ഇതൊന്നും എൻ്റെ വകല്ല, അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അള്ളയും പറഞ്ഞതാണ്, മഹാന്മാര് പറഞ്ഞതാണ്. വേറൊന്നും കൂട്ടി തള്ളി വിടുന്നതല്ല, ഒക്കെ മഹാന്മാര് പറഞ്ഞ രേഖകളാണ്, ഹദീസുകളാണ്. അള്ളാഹു നമ്മൾക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ വിഷയം മനസ്സിലേക്ക് എഴുതി വെച്ചു. മനുഷ്യരെ നിന്ദിച്ചു കഴിഞ്ഞാൽ കുഫറിന്റെ ചവിട്ടുപടിയ, മനസ്സമാധാനം ഉണ്ടാവൂല. കാരണം എന്താ മുഅ്മിനീങ്ങളെ? അള്ളാഹു മനുഷ്യന്മാരെ ആദരിച്ചിട്ടുണ്ട്. അള്ളാഹ് ആദരിച്ചതിന് നമ്മൾ നിന്ദിക്കാൻ പാടുണ്ടോ? അള്ളാഹ് ആദരിച്ചതിന് നമ്മൾ നിന്ദിക്കാൻ പാടുണ്ടോ? ഒരിക്കലും പാടുള്ളതല്ല. പിന്നെ ചില അവസരത്തിൽ നമുക്ക് പറയേണ്ടി വരും, അത് സ്പെഷ്യൽ കേസുകളാണ്, എപ്പോഴും അത് പാടുള്ളതല്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഉറക്കെ ആമീൻ പറ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഈമാന്റെ ടേസ്റ്റ് കിട്ടാനുള്ള 3 കാര്യം പഠിച്ചല്ലോ. ഇനി അടുത്ത ഹദീസ് കേട്ടോളൂ. കുറെ ഹദീസ് വായത്തുകളാണ്. 2-3 ഘട്ടം കെട്ടെത്തി കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും, ഉത്തരം കിട്ടിയാൽ അപ്പം സമ്മാനം ഉണ്ട്, സ്പോട്ടാണ്. ഷാ അള്ളാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ. കുറേ സാധനങ്ങളൊക്കെ ലേലം ചെയ്യാനുണ്ട്. ഇതിനൊക്കെ എത്ര? ഇതെന്താ സർവത്ത്? എന്താ സംഭവം? സർവത്തല്ലേ? മാഷാ അള്ളാഹ്. 2 കുപ്പി സർവത്ത് വീട്ടിലുണ്ടാക്കിയാണ് അല്ലേ? മാഷാ അള്ളാഹ്, വീട്ടിലുണ്ടാക്കിയ സർവത്താണ്. ആവശ്യക്കാർ നോട്ടിട്ടോളൂ. ഇൻഷാ അള്ളാഹ് ഞാൻ പറയുന്ന സമയത്ത് എന്താക്കാം, പെട്ടെന്ന് വിളിക്കാം. ഇൻഷാ അള്ളാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്ക് നല്ല ഒരുപാട് ചിലവുണ്ട്. പള്ളിയുടെ കാര്യങ്ങൾ, കടമില്ല, കടമുണ്ടോ? നല്ല കടമുണ്ട്, അതൊക്കെ ഒന്ന് വീട്ടണം. ഇൻഷാ അള്ളാഹ് ഈ സദസ്സുണ്ട്. സഹോദരിമാരാരെങ്കിലും സ്വർണ്ണമൊക്കെ തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ തന്നുകളി. ഇൻഷാ അള്ളാഹ്. കുറ്റ്യാടിയിൽ ഒരിക്കൽ വാൽദിന് പോയി തിരിച്ചു പോകുമ്പോഴാണ് സംഘാടകൻ വിളിക്കുന്ന, ഉസ്താദെ ഇവിടെ എത്തി, കോളേജിലെത്താനായി. ഇവിടെ സദസ്സിൽ 11:30 മണി വരെ വന്നിരുന്ന ഒരു ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. 22 വയസ്സേ ഉള്ളൂ. അള്ളാഹു ആ ഉമ്മാക്ക് ഖബറിടം സ്വർഗ്ഗമായി കൊടുക്കട്ടെ. ചെറിയ മുലപ്പാൽ കുടിക്കുന്ന മക്കളുണ്ട്. ഇൻഷാ അള്ളാഹ് 2 റിങ് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു സഹോദരി 10,000 അതിനൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ 2 സ്വർണ്ണാഭരണം, ചെറിയ 2 മോതിരം ഇവിടെ വന്നിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് ഉമ്മാക്ക് അള്ളാഹു വലിയ ഖൈർ കൊടുക്കട്ടെ. 6 അടി മണ്ണിൻ്റെ ചൂടാണ്. ഇപ്പം മഴ പെയ്തിട്ടും നമുക്ക് ചൂട് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? ശകലം ചൂട്. നമ്മുടെ വീട് വിശാലമായ വീടാണ്, നമ്മുടെ റൂം വിശാലമാണ്. ആ റൂമിൻ്റെ ഉള്ളിൽ നമുക്ക് ഫാനില്ലാതെ കിടക്കാൻ കഴിയൂല അല്ലേ? 10 ആൾക്ക് നമുക്ക് വേണമെങ്കിൽ റൂമിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം. ആ റൂമിൽ, വിശാലമായ റൂമിൽ നമുക്ക് ഫാനില്ലാതെ ഉറക്കം വന്നില്ല. എന്നാൽ 6 അടി മണ്ണിൻ്റെ ഉള്ളൊന്ന് ആലോചിച്ച് നോക്കി. 6 അടി മണ്ണിൻ്റെ ഉള്ളിൽ വാഴ പറയുന്ന സലീം വാഫി പോകാനുള്ളതാണ്. നമ്മളെല്ലാവരും പോകേണ്ടവരാ. നമ്മുടെ അവിടെ ചെന്ന് കിടക്കുമ്പോൾ എന്തേടാ നിൻ്റെ ജീവിതം ചെലവഴിച്ചു, നിൻ്റെ സമയം സമ്പത്ത് എന്തിനു കൊടുത്തു? ഉത്തരവുണ്ടോ നമുക്ക്? പഠിച്ചോനെ, എൻ്റെ വീട്ടിൽ കിടപ്പുണ്ട്, അലമാരയ്ക്ക് അത് കിടപ്പുണ്ട് എൻ്റെ സമ്പത്ത്, ബാങ്കിലുണ്ട് എൻ്റെ സമ്പത്ത്. അതിൻ്റെ അവകാശികൾ വേറെയാ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവകാശം പറഞ്ഞിട്ട് മക്കൾ വരും, ബാക്കിയുള്ളവർ വരും, ഭാര്യ വരും, ബാക്കിയുള്ള ആളുകൾ വരും. നമ്മൾ അവൻ്റെ അവകാശം മരണത്തോടെ തീർന്നു. പിന്നെ നമ്മുടേതല്ല. നമ്മൾ മരിച്ചാൽ നമ്മുടെ സമ്പത്തല്ല, അതിൻ്റെ അവകാശികൾ വാരിസീങ്ങളാണ്, വേറെ ആൾക്കാരാ വരുന്നത്. അതിന്റെ മുന്നേ അള്ളാഹ്ക്ക് കൊടുത്തോ. ആരാണ് അല്ലാഹു തആലാക്ക് കൊടുക്കാനുള്ളത്? അല്ലാഹു തആലാക്ക് കടം കൊടുക്കാൻ മനസ്സുള്ളവരാരാണ്? അത് ഒരിക്കലും നഷ്ടമാകുന്ന കടമല്ലല്ലോ.
മനുഷ്യന്മാർക്ക് കടം കൊടുത്താ അത് കിട്ടുമെന്ന് ഉറപ്പില്ലല്ലോ. എന്നാലോ അല്ലാഹു തആലക്ക് കൊടുക്കുന്ന കടമുണ്ടല്ലോ, അതൊരിക്കലും തന്നെ നഷ്ടമാകുന്നില്ല. അല്ലാഹു വെറുതെ അല്ല ചോദിക്കുന്നത്, പകരം ഞാൻ സ്വർഗം തരാമല്ലോ. മൻ ബനാ ലില്ലാഹി മസ്ജിദാ ബനല്ലാഹു ബൈതൻ ഫീ ജന്നാ മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹു തആലാക്ക് വേണ്ടിയിട്ട് ഒരാൾ പള്ളി ഉണ്ടാക്കിയാൽ, മൻ ബനാ ലില്ലാഹി മസ്ജിദാ, അല്ലാഹുവിന് വേണ്ടിയിട്ട് ഒരാൾ പള്ളി ഉണ്ടാക്കി, ബനല്ലാഹു, അല്ലാഹു തആല നിർമ്മിച്ചു കൊടുക്കുകയാണ് അവന് എന്ത്, ബൈതൻ ഫിൽ ജന്നാ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരു വീട് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് ആ വീട് വേണോ? ഇതൊന്നും ഒരിക്കലും വയലിന്റെ മുഞ്ചിന് പറയുന്നതല്ല, റസൂലുള്ളാന്റെ വാക്കാണല്ലോ, കണ്ണുകൊണ്ട് കാണാൻ പോകുന്നതാണല്ലോ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, അല്ലാഹു തആല നമ്മുടെ ഖബൂൽ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. സഹോദരിമാരൊക്കെ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റുന്നവർ ഏതെങ്കിലും സംഘാടനം, നമുക്ക് കൂടുതൽ സമയം വയല് പറയാം, 3 മണിക്കൂറിൻ്റെ വിഷയമാണ്. പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അത്ര പറയാൻ പറ്റില്ല, ഒരു 1.5 മണിക്കൂറെങ്കിലേ പറയാൻ പറ്റുള്ളൂ. ഇനി ആകെ കുറഞ്ഞ സമയം കൂടെ ബാക്കിയുള്ളൂ, 9:30 10, 10:15, 10:30 ഉള്ളിൽ നമുക്ക് പിരിയാം ഇൻഷാ അല്ലാഹ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് നഷ്ടമാവും, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇടയ്ക്ക് സഹോദരിമാരൊക്കെ എന്ത് ചെയ്യുക, കൊടുക്കാനുണ്ടെങ്കിൽ സംഘാടകരാരെങ്കിലും ഏൽപ്പിക്കുക, നിങ്ങളുണ്ടെങ്കിൽ ലിസ്റ്റായിട്ട് പറഞ്ഞാൽ മതി ഇൻഷാ അല്ലാഹ്. അവസാനം നമുക്കിത് ഇങ്ങോട്ട് കൊടുക്കാം. അള്ളാഹു കബൂലാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് എത്ര കടമുണ്ട് ഉസ്താദേ? ഏകദേശം എത്രയുണ്ട്? എടാ സെക്രട്ടറി പോയോ? 5 ലക്ഷം കടമുണ്ട് ഇൻഷാ അല്ലാഹ്. അള്ളാഹു അത് വീട്ടാൻ, എത്രയും പെട്ടെന്ന് വീട്ടാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു അത് വീട്ടാൻ തൗഫീഖ് തരട്ടെ. രണ്ടായിട്ടൊരു സുഖമില്ല ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ നമ്മുടെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബികളോട് പറഞ്ഞു, ഖുദ്സിയായ ഹദീസുണ്ട്, 3 വിഭാഗം ആളുകളെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. 3 വിഭാഗം ആളുകളോട് അള്ളാഹുവിന് വലിയ സ്നേഹമാണ്. 3 വിഭാഗം ആളുകളോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് പറയുന്ന സ്വഹാബ, ഏതാണ് 3 വിഭാഗം എന്നറിയോ? അല്ലാഹു തആല പറഞ്ഞിരിക്കുന്ന പടച്ചോന് ഏറ്റവും ഇഷ്ടമുള്ള 3 വിഭാഗം ആരെന്നറിയോ? വജബത്ത് മഹബ്ബതി ലിൽമുതഹബ്ബീന ഫിയാ والمتجالسين فيها والمتزاورين فيها. എന്റെ പ്രിയമുള്ളവരെ, മനസ്സ് നിറഞ്ഞിട്ട് കേട്ടോ, 3 വിഭാഗം ആളുകൾക്ക് പടച്ചോന്റെ പൊരുത്തമുണ്ട്. ഒന്നാമത്തെ വിഭാഗമാരാ? അൽ മുതഹബ്ബൂന ഫില്ലാഹ്, മുതഹബ്ബീന ഫില്ലാഹ്, പടച്ചോന് വേണ്ടിയിട്ട് സൗഹൃദമുണ്ടാക്കിയവരാ. അല്ലാഹുവേ, ഞാനും അയാളും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, പടച്ചവനെ, അത് നിന്റെ കാര്യത്തിന് വേണ്ടിയാണല്ലോ, നിനക്ക് വേണ്ടിയാണല്ലോ. എന്ന് പറഞ്ഞിട്ട് എന്റെ സഹോദരങ്ങളെ, നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന പരസ്പര ബന്ധമുണ്ടല്ലോ, ആ ബന്ധമുണ്ടല്ലോ അല്ലാഹുവിന്റെ ഇഷ്ടം നിർബന്ധമാകാൻ കാരണമാണല്ലോ. രണ്ടാമത്തെ വിഭാഗം ആരാണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്ന സ്വഹാബ, രണ്ടാമത്തെ വിഭാഗം ആരാ? ലിൽമുതജാലിസീന ഫിയാ, അല്ലാഹു തആലയുടെ ദീൻ പറയുന്ന സദസ്സിൽ വന്നവരാ. ദീൻ പറയുന്ന സദസ്സിലേക്ക് വന്നവരാണല്ലോ. ഒന്നാമത്തെ വിഭാഗം ആരാന്നറിയോ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ് ലിൽ മുതസാദിരീന ഫിയാ. ഒന്നാമത്തെ വിഭാഗം അള്ളാന്റെ മാർഗത്തിൽ ബന്ധം ഉണ്ടാക്കി, ഇഷ്ടം ഉണ്ടാക്കിയ, സൗഹൃദം ഉണ്ടാക്കിയവരാ. രണ്ടാമത്തത് ദീനിന്റെ സദസ്സിൽ വന്നവരാ. മൂന്നാമത്തത് ലിൽ മുതസാവിരീന, പരസ്പരം വിസിറ്റ് ചെയ്ത് സന്ദർശിച്ചവരാണ്. എന്തൊരു മനോഹരം നമ്മുടെ ദീൻ, എന്തൊരു രസകരമാണ് നമ്മുടെ ഇസ്ലാം, എന്തൊരു ആനന്ദം അർഹിക്കുന്നതാണ്. മനുഷ്യന് എത്ര സന്തോഷം തരുന്നതാ നമ്മുടെ ഇസ്ലാം എന്നത്. അള്ളാന്റെ ഇഷ്ടം നിർബന്ധമാ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കേ. ഒന്നാമത്തത് നിങ്ങൾ ഒത്തുകൂട്, പരസ്പരം ഒന്നാണെന്ന് സമൂഹത്തിന് അറിയിച്ചു കൊടുക്കൂ, ഒത്തുകൂട്, ഒരുമിക്ക്. മൂന്നാമത്തതോ നിങ്ങൾ പരസ്പരം സന്ദർശിക്ക്, പരസ്പരം വിസിറ്റ് ചെയ്യേ, മനുഷ്യന്മാരെ സന്ദർശിക്ക്. അങ്ങനെ വിസിറ്റ് ചെയ്യുന്ന ആ 3 വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിന്റെ സ്നേഹം നിർബന്ധമാണെന്ന് ഖുദ്സിയായ ഹദീസിലൂടെ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഈ 3 വിഭാഗം നാളെ പരലോകത്തിലേക്ക് വരുന്നൊരു സന്ദർഭമുണ്ട്. മഹാനായ ഇമാം ബുഖാരി തങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ഈ 3 വിഭാഗം നാളെ പരലോകത്ത് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്ന സ്വഹാബാ, ഈ 3 വിഭാഗമുണ്ടല്ലോ നാളെ പരലോകത്തിലേക്ക് വരുമ്പോ അല്ലാഹു തആല അവരോട് ചോദിക്കുകയാണ്, മന്നനാ, ഞാനാരാന്നറിയുമോ, ഞാനാരാണെന്നറിയുമോ? അല്ലാഹു തആല അവരോട് ചോദിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്നു, അന്ത മാലികു ലിഖാബിനാ, നീയാണ് രക്ഷിതാവ്, പടച്ചവനെ, നീയാണ് നാഥനല്ലാഹ്, നീയാണ് നിങ്ങളുടെ രക്ഷിതാവ് അല്ലാഹ് എന്നവർ മറുപടി കൊടുക്കുകയാണ്. ആ സമയത്താണ് അല്ലാഹു പറയുന്നത്, അന്തും മുഹിബ്ബതീ, നിങ്ങളാണ് എന്റെ ഇഷ്ടദാസന്മാർ, നിങ്ങളോടാണ് എനിക്ക് വല്ലാതെ സ്നേഹമുള്ളതോ, നിങ്ങളാണ് എന്റെ ഇഷ്ടദാസന്മാരെന്ന് അല്ലാഹു തആല അവരോട് പറയാൻ. മാത്രമല്ല അല്ലാഹു തആല അവരോട് പറഞ്ഞതെന്തേ, كلامي فاسمعوا كوفي فاشربوا. എന്റെ മുഖമിതാ കണ്ടുകൊള്ളൂ, എന്റെ സംസാരം ഇതാ കേട്ടുകൊള്ളൂ, എന്റെ കോപ്പയ്ക്കകത്ത് നിന്ന് കുടിച്ചുകൊള്ളൂ എന്നല്ലാഹു തആല പറഞ്ഞിട്ട് അവര് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. 3 വിഭാഗമാണ്. ആരാണ്? ഒന്നാമത്തത് സ്നേഹിച്ചവരാണ്, പരസ്പരം സൗഹൃദം അല്ലാഹ്ക്ക് വേണ്ടി 2 ദീനിന്റെ സദസ്സ് വന്നവരാണ്. 15 മിനിറ്റ് കഴിഞ്ഞാൽ പിശാച് വന്നിട്ട് പറയും, എഴുന്നേറ്റ് പോക്കോ, വീട്ടിൽ നല്ല IPL ഉണ്ടല്ലോ, അതൊന്ന് ചെന്നിട്ട് കണ്ട് ആസ്വദിച്ചിട്ട് ഉറങ്ങിക്കോ. ആ സമയത്ത് പിശാചിനോട് പറയണമില്ല, ഇത് അല്ലാഹുവിന്റെ ദീനിന്റെ സദസ്സാണല്ലോ, ഇവിടേക്കങ്ങ് വന്നിരുന്ന എന്റെ പ്രിയപ്പെട്ട മരിച്ചുപോയ ഉമ്മയുണ്ടല്ലോ, വാപ്പയുണ്ടല്ലോ, അവർക്ക് വേണ്ടി ദുആ ചെയ്യാ, കുത്തിക്കരന്നിട്ട് മനസ്സറിഞ്ഞിട്ട് ദുആ ചെയ്യാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മനോഹരമായ ഹദീസുകൾ കേൾക്കാ. ഞാനിവിടെ ധൈര്യത്തോടെ വന്നതാണെന്ന് പിശാചിനോട് പറയാൻ കഴിയാറുണ്ടോ? മടങ്ങി വരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞ ഖുദ്സിയായ ഹദീസ് ഉണ്ടല്ലോ,
മൂന്ന് വിഭാഗത്തിന് അള്ളാഹു ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് എല്ലാം ഒരുക്കി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരാണ് ആ മൂന്ന് വിഭാഗം? പരസ്പരം സ്നേഹിച്ചവരാണ്, സൗഹൃദമുള്ളവരാണ്, ദീൻ കേൾക്കാമെന്നവരാണ്, മനുഷ്യന്മാരെ സന്ദർശിച്ചവരാണല്ലോ. എല്ലാ മനുഷ്യന്മാരുമായിട്ടുള്ള മനോഹരമായ ബന്ധങ്ങളുടെ കഥയാണ്. എല്ലാ മനുഷ്യനന്മ, എല്ലാവരോടും സ്നേഹം, സമാധാനം, സൗഹൃദമാണ്. അതാണല്ലോ നമ്മുടെ ദീൻ ആവശ്യപ്പെടുന്നത്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ വേറൊരു ഹദീസ് കേട്ടോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്ന ശഹദാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഒരാളെ സന്ദർശിച്ചാൽ, നമ്മൾ പറയുന്നത് സ്നേഹവും സൗഹൃദവുമാണ്, കൂട്ടുകാരൻ ഒരാൾ വിസിറ്റ് ചെയ്താലുള്ള പ്രതിഫലം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സാറ അഖല്ലഹു, ഒരാൾ തന്റെ കൂട്ടുകാരനെ വിസിറ്റ് സന്ദർശിക്കാൻ പോവാണ്, ഫീ ഖറിയത്തിൻ ഉഖറ, വേറൊരു നാട്ടിലേക്ക്. ഫഅർസലഹു അല്ലാഹു ഫീ ത്വരീഖിഹി മലക, ആ സമയത്ത് അവൻ നടന്നു പോകുന്ന വഴിയിലേക്ക് അല്ലാഹു തആല ഒരു മലക്കിനെ പറഞ്ഞയച്ചു. ഫഖാല, ആ മലക്ക് അവനോട് ചോദിച്ചു, മോനെ ഐന തുരീദു, നീ എങ്ങോട്ടാ പോണത്? കുറച്ച് വോളിയം കൂട്ടി, നീ എങ്ങോട്ടാ പോകുന്നത് എന്ന് മലക്ക് ഈ മനുഷ്യനോട് ചോദിച്ചു. നീ എങ്ങോട്ടാ പോണത് എന്ന് ചോദിച്ചു. ഇദ്ദേഹം പറഞ്ഞു, ഉരീദു അഖല്ലി ഫീ ഹാദിഹിൽ ഖറിയ, ഈ നാട്ടിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഫ്രണ്ട്, എനിക്ക് ഈ നാട്ടിൽ ഒരു കൂട്ടുകാരനുണ്ട്, ഞാൻ അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഐ വാണ്ട് ടു വിസിറ്റ് ഹിം എന്ന് പറഞ്ഞു. അപ്പൊ മലക്ക് ചോദിച്ചു, എടാ മോനെ, നീ കൂട്ടുകാരനെ വിസിറ്റ് ചെയ്താ, സന്ദർശിക്കാൻ പോയാൽ നിനക്ക് വല്ല സമ്മാനവും കിട്ടുവോ? പൈസ കിട്ടുമോ? കൂട്ടുകാരനെ സന്ദർശിച്ച വല്ല സമ്മാനവും എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചു. ആര്? മലക്ക് ഈ മനുഷ്യനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, സമ്മാനത്തിനല്ല, എനിക്ക് സമ്മാനമൊന്നും കിട്ടൂല. ഹല്ലക അലൈഹി മിൻ നിഅമ, നിനക്ക് വല്ല സമ്മാനവും കിട്ടൂല? എനിക്കൊന്നും കിട്ടൂല. പക്ഷേ അഹബ്ബതുഹു അല്ലാഹു തആലക്ക് വേണ്ടിയിട്ടുള്ള ബന്ധമാണല്ലോ. ഈ മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ റബ്ബിന് വേണ്ടിയാണല്ലോ, അല്ലാതെ പണത്തിനില്ല, അല്ലാതെ സമ്മാന പൊരുകൾ ലഭിക്കാനുമല്ല. അല്ലാഹ്ക്ക് വേണ്ടിയാണ് ഈ മനുഷ്യനെ ഞാൻ സന്ദർശിക്കുന്നത്. അല്ലാതെ പണത്തിനല്ല, റബ്ബിന് വേണ്ടിയാണ്. ഇതങ്ങ് കേട്ടപ്പോ മലക്ക് പറയാണ്, ഫഇന്നീ റസൂലുള്ളാഹി ബിഅന്നല്ലാഹ ഖദ് അഹബ്ബക കമാ അഹ്ബബ്ത. അല്ലാഹു തആല പറഞ്ഞതാണ്, നീ നിന്റെ കൂട്ടുകാരനെ ഇഷ്ടപ്പെടുന്ന പോലെ, അവനെ സ്നേഹിക്കുന്ന പോലെ അല്ലാഹു തആല നിന്നെയും ഇഷ്ടപ്പെടുകയാണ്. ഫഇന്നീ ആ കാര്യം പറയാൻ അല്ലാഹു എന്നെ പറഞ്ഞയച്ചതാണ്. ഞാൻ വന്നത് അത് പറയാനാണല്ലോ. അല്ലാഹു തആല നിന്നെ ഇഷ്ടപ്പെടുകയാണല്ലോ. അല്ലാഹുവിന്റെ ഇഷ്ടം നിനക്കുണ്ട്. കൂട്ടുകാരനെ നീ എത്രത്തോളമാണോ ഇഷ്ടപ്പെടുന്നത്, അതേപോലെ അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് പറയാനാണ് ഞാൻ വന്നത്, അത് പറയാൻ വന്നതാണ് ഞാൻ എന്ന് മലക്കവനോട് പറഞ്ഞു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പുണ്യപാദം പാദിഞ്ഞമന്തരി ആയില്ല, പുണ്യ ഹബീബിൻ ഖാമിസില്ല ഞാനായില്ല,
ഈമാനിൽ സുക്കൂനേ ഖൈറുൽ വറാ ത്വാഹ ഖൈറുൽ ഹബീബിയാ വനനയും ചാരേ തിരുനബിയേ എന്റെ പൊന്നാര പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ പറഞ്ഞു കൊടുക്കുന്ന രണ്ടാമത്തെ ഹദീസ് കേട്ടോ കൂട്ടുകാരനൊരാൾ സന്ദർശിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ പറയാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന മൻ ആദ മരീള ഔ സാര ഖംസില്ലാ മൻ ആദ മരീള ഔ أخوف الله تبوأت من الجنة منزلا പ്രിയപ്പെട്ട കൂട്ടുകാരനൊരാളെ സന്ദർശിക്കുകയാണ്, അല്ലെങ്കിൽ രോഗിയായി കിടക്കുന്ന എത്രയോ പേര് കടർന്നു പോയില്ല. ക്യാൻസറുള്ളവരുണ്ട്, ട്യൂമറുള്ളവരുണ്ട്, മാരകമായ അസുഖം വന്നിട്ട് മനസ്സ് വല്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് പാവങ്ങൾ നമ്മുടെ പരിസരത്തില്ല. ഒരുപാട് ആളുകൾ അവശത അനുഭവിക്കുന്ന ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. അത്തരം സങ്കടത്തിന്റെ മൂലാമാലകളുമായിട്ടാ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാ വീടെല്ലാം നഷ്ടമായി പോയ, ജപ്തിയായി പോയ സങ്കടത്തിന്റെ മൂലാമാലകളിൽ ജീവിതം മുന്നോട്ട് പോകുന്ന, സങ്കടത്തിന്റെ വല്ലാത്ത കയറ്റിലോട്ട് ജീവിതം താറുമാറായ പാവങ്ങളായ ആളുകളുടെ മുന്നിലേക്ക് ചെന്നിട്ടോ അതിൽ പരിസരത്തിന എന്ന് പറഞ്ഞിട്ടോ രോഗിയൊന്ന് സമാധാനിപ്പിച്ച് കഴിഞ്ഞ നാവുകൊണ്ട് കടം പറയാത്ത പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാണല്ലോ. അല്ലാഹുവിന്റെ സ്വർഗത്തിലൊരു വീട് തരുമെന്നോ ആദരവാ മുഹമ്മദ് മുസ്തഫ. മനസ്സ് നിറഞ്ഞു കേട്ടോ പ്രിയപ്പെട്ടവരാ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വീട് വേണം, സ്വർഗത്തിൽ ആസ്വാദനം വേണം, സ്വർഗത്തിൽ സുഖലോലുപത വേണം, അല്ലാഹുവിന്റെ സ്വർഗം വേണം. സ്വർഗത്തിൽ വീട് വേണമെങ്കിൽ സ്വർഗത്തിൽ കിടക്കണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, രോഗിയുടെ മനസ്സിന് സന്തോഷം കൊടുത്താ അല്ലാഹു തആല മനുഷ്യർക്ക് സ്വർഗം കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്തൊരു മനോഹരമായ വാക്കുകളാ! വീടിന്റെ തൊട്ടപ്പുറത്തുണ്ട് പനിച്ചു കിടക്കുന്ന, പ്രയാസപ്പെട്ട് കിടക്കുന്ന പ്രായമുള്ള ഉപ്പമാരുണ്ടോ, ചെറിയ മക്കളുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ടോ? ആ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റാറുണ്ടോ? എല്ലാരും ഒന്ന് നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിക്കുക. നമ്മുടെ പരിസരത്തുള്ള രോഗികളെ നമ്മൾ വല്ലപ്പോഴും കാണാൻ പോകാറുണ്ടോ? ഒറ്റയ്ക്ക് രാത്രി മുഴുവനും നമസ്കരിക്കുന്നതിനേക്കാ രോഗിയായ ഒരാളെന്ന് സന്ദർശിച്ചാലുള്ള പ്രതിഫലമാണല്ലോ. എത്രയോ ഹദീസുണ്ട്, സമയം കുറവ് മൂലം ഞാൻ പറയുന്നില്ല. ഒരാൾ ഒറ്റക്ക് ഭയങ്കര നിസ്കാരം, ഒരു മനുഷ്യനെ തിരിഞ്ഞു നോക്കൂല, അവന്റെ നിസ്കാരം ഒന്നും അള്ളാഹ്ക്ക് വേണ്ട. ആദ്യം മനുഷ്യന്മാരായിട്ട് നന്നായി, മനുഷ്യന്മാരായിട്ട് നല്ല ബന്ധം, എന്നിട്ട് അള്ളാഹിനോട്. മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞപ്പോ അള്ളാഹിന്റെ റസൂൽ പൊക്കോന്ന് പറഞ്ഞു, ഇവിടെ നിൽക്കണ്ട, വീട്ടിൽ പോക്കോ, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു, തിരിച്ചയക്കുന്നു. രണ്ടാമത് വന്നപ്പോ രണ്ടാമത് റസൂലുള്ള തിരിച്ചയക്കുകയാണ്. എന്തേ? വ്യഭിചാരം. അത് അള്ളാഹിനോടൊന്ന് പൊട്ടിക്കരഞ്ഞ അള്ളാഹ് പുറത്തു കൊടുക്കും. അള്ളാഹ് പുറത്തു കൊടുക്കും, അള്ളാഹു അത് പുറത്തു കൊടുക്കും. അള്ളയായിട്ടുള്ള പ്രശ്നമാണ്, അള്ളയായിട്ടുള്ള പ്രോബ്ലമാണ്. എന്നാൽ വേറൊരു അനുഭവമുണ്ട്. മഹാനായ ബിലാൽ തങ്ങൾ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ, അബൂദർ തങ്ങൾ എന്നെ ചീത്ത വിളിച്ചു നബിയെ. എന്താ അബൂദർ തങ്ങൾ വിളിച്ചത്?
നബിയെ, ഞാൻ കറുത്തോനാണ്, ഞാൻ ചോപ്പിക്കാരനാണ്, എന്റെ ഉമ്മായും കറുത്തോളൻ. ഒന്നും ചെയ്യാത്ത എന്റെ ഉമ്മാനെ ആരെയും കുറ്റം പറഞ്ഞു. അബൂദർ, എന്തേ അബൂദർ പറഞ്ഞത്? നബിയെ, അബൂദർ എന്നെ വിളിച്ചു യബ്ന സൗദ എന്നെ വിളിച്ചു, കറുത്തോള മുത്ര എന്നെ ഒരിക്കൽ അബൂദർ വിളിച്ചു നബിയെ. കാരണം യുദ്ധത്തിന്റെ എന്തോ ഒരു ആക്കം കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് ചർച്ചയിൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞു, അബൂദർ തങ്ങൾ വേറൊരു അഭിപ്രായം പറഞ്ഞു. അപ്പൊ അബൂദർ തങ്ങളുടെ അഭിപ്രായം അത് ശരിയല്ല, ഈ അഭിപ്രായം എടുക്കണോന്ന് ഞാൻ തർക്കിച്ചതാ. അപ്പൊ എന്നെ വിളിച്ചു പോയി, എന്ത് ഇബ്ന സൗദ, കറുത്തോളം പുത്ര, കറുത്തോള പുത്ര എന്ന് വിളിച്ചു. എന്റെ ഉമ്മ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എന്റെ ഉമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എന്റെ ഉമ്മാനെ വിളിച്ചു എന്ന് പറഞ്ഞപ്പോ റസൂല പൊക്കോന്ന് പറഞ്ഞിട്ടില്ല. രണ്ട് സന്ദർഭം മനസ്സിലാക്കണം. വ്യഭിചരിച്ചു നബിയെ, വീട്ടിൽ പൊക്കോ, തൗബ ചെയ്താൽ മതി എന്നർത്ഥമുണ്ടല്ലോ ഇതിന്. ഇവിടെ എന്ത് സംഭവിച്ചു? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്പോട്ടിൽ അബൂദർ തങ്ങളെ വിളിച്ചു വരുത്തി. അബൂദർ തങ്ങളെ വിളിക്കൂ. അബൂദർ തങ്ങൾ ഓടി വന്നു. അള്ളാഹുവിന്റെ പ്രവാചകന് ചോദിച്ചു, അബൂദറെ, സ്വർഗത്തിൽ പോകണ്ട അബൂദറെ, മനിൽ മുഫ്ലിസ്. ആ സന്ദർഭത്തിൽ ആ ഹദീസ് വരെയാണ്. ആരാണ് പാപ്പരായ ആളെന്നറിയാമോ? പരിസരത്ത് കുറച്ച് സഹാബികളൊക്കെ ഉണ്ട്. സഹാബികളൊക്കെ പറഞ്ഞു, നബിയെ അറിയാം, മല്ലാ ദീനാറ വലാ ദിർഹമ, പൈസയും ദീനാറൊന്നും ഇല്ലാത്തവരാണല്ലോ നബിയെ പാപ്പരായ ആളുകൾ, മുഫ്ലിസ്. അബൂദർ തങ്ങളുണ്ട്, ബിലാൽ തങ്ങളൊക്കെ ഉണ്ട്. വേറെ റിവായത്തുകൾ ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ പറ്റും. മല്ലാ ദീനാറ വലാ ദിർഹമ എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു, അല്ല, അല്ലാഹുവിന്റെ മനോഹരമായ പരലോകത്തിലേക്ക് അവസാന നാളിൽ ചില ആളുകൾ വരാറുണ്ടോ? സഹാബാ ലഹു സക്കാ വസ്വലാ വസ്വിയാ, നമസ്കാരമുണ്ടായിരുന്നോ, നോമ്പുണ്ടായിരുന്നോ, സക്കാത്തുണ്ടായിരുന്ന ആളുകളാണല്ലോ. നാളെ പടച്ചവന്റെ പരലോകത്തിലോട്ട് കടന്നു വരുമ്പോ അല്ലാഹുവേ, ഒരുപാട് നന്മ ചെയ്തവരാ, അവരുടെ നന്മയെല്ലാം തൂക്കി നോക്കിയപ്പോ ഒരുപാട് നന്മയുണ്ട്. അല്ലാ, സ്വർഗത്തിന്റെ ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടിട്ട് സ്വർഗം കാംക്ഷിച്ച് പ്രതീക്ഷിച്ചിരിക്കുമ്പോ എല്ലാവരും ഒരുപാട് ആളുകൾ അല്ലാഹുവേ, ഈ മനുഷ്യൻ എന്നെ ചീത്ത പറഞ്ഞവനാ, എന്നെ പറ്റിച്ചവനാ, എന്നെ വഞ്ചിച്ചവനാ, എന്നെ ചീത്ത വിളിച്ചവനാണ്, പരിഹസിച്ചവരാ, എന്നെ സമൂഹത്തിൽ വല്ലാതെ താറടിച്ചവനാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വരുമല്ലോ. എല്ലാ നന്മകളും അവർക്ക് പകരം കൊടുക്കുക. അവസാനം നന്മയെല്ലാം തീർന്നിട്ട് പിന്നെ ഇവനെ തിരിച്ചു കൊടുക്കുമെന്നോ? അവസാനം സ്വർഗത്തിലേക്ക് പോകേണ്ടവര് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നോ? നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാണ് മുഫ്ലിസ്. അബൂദർ അതിൽ പെടണോ? അബൂദർ തങ്ങൾ കരയാൻ തുടങ്ങി. യാ റസൂലല്ലാഹ്, നബിയേ, സംഭവിച്ചു പോയതാണ് നബിയേ, ഇനി ഉണ്ടാവില്ല. ബിലാൽ തങ്ങളോട് മാപ്പ് പറയണം, ബിലാൽ തങ്ങൾ പൊരുത്തം തരണം, അല്ലാതെ ഞാൻ പൊരുത്തപ്പെട്ടിട്ട് കാര്യമില്ല. ഓടുകയാണ് ബിലാൽ തങ്ങൾ, അടുത്തേക്ക് ഓടുകയാണ്. യാ ബിലാൽ, പരാതി പറഞ്ഞിട്ട് ബിലാൽ അവിടെ നിന്ന് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ബിലാലിന്റെ പിന്നാലെ റളിയല്ലാഹു അൻഹു ഓടി. യാ ബിലാൽ, ബിലാൽ എന്നവരെ മാപ്പ് തരണം, ബിലാലേ മാപ്പ് തരണം. എന്തു പറ്റി? നിങ്ങളുടെ ഉമ്മാക്കെതിരെ ഞാൻ കുറ്റം പറഞ്ഞു പോയല്ലോ. ആ കാൽപാദം എന്റെ കവിളത്തേക്കൊന്ന് വെക്കുമോ ബിലാലേ? ഞാൻ മണ്ണിൽ എന്റെ മുഖം വെക്കാം, എന്റെ മുഖത്തേക്ക് ആ കാൽപാദം ഒന്ന് കയറ്റി വെച്ചേക്കണം. ആ കാതിൽ ഞാൻ, ആ മനോഹരമായ കാൽപാദത്തിൽ ഞാനൊന്ന് ഉമ്മ വെച്ചോട്ടെ ബിലാലേ. ആനായ ബിലാൽ തങ്ങൾ പറഞ്ഞു, യാ അബൂദർ, അബൂദർ തങ്ങളെ വേണ്ട, അബൂദർ തങ്ങളെ അത് വേണ്ട.
സ്വഹാബിമാരിൽ വളരെ പ്രഗത്ഭനായ അള്ളാഹുവിന്റെ റസൂലിന് വല്ലാതെ ഇഷ്ടമുള്ള ആളാണല്ലോ. അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ടതങ്ങളെ, ഞാൻ മാപ്പ് നൽകി എന്ന് പറഞ്ഞ് പരസ്പരം കെട്ടിപ്പിടിച്ച് മുസാഫാത്ത് ചെയ്ത് കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ച് നെറ്റിയിൽ മുത്തം കൊടുത്തുകൊണ്ട് സ്നേഹത്തോടെ പിരിഞ്ഞുപോയി. എന്തേ റസൂലുള്ള സ്പോട്ടിൽ പരിഹാരം കാണിച്ചത്? മനുഷ്യരുമായിട്ടുള്ള പ്രശ്നമാണ്, അത് പിന്തിപ്പിക്കാൻ പാടുള്ളതല്ല. മറ്റേത് പിന്തിപ്പിക്കണം എന്നതിനർത്ഥമില്ല, എന്നാലും മനുഷ്യരോടുള്ള പ്രശ്നങ്ങളുണ്ട്, അത് പിന്തിപ്പിക്കാൻ പാടില്ല. നാളെ മരിച്ചാ പിന്നെ ആരും ഒറ്റപ്പെടിക്കാനാണ്? ഞാനിന്ന് ആചാര്യ കുറ്റം പറഞ്ഞു അല്ലേ, അവൻ പലിശക്കാരനാണ്, അവൻ പ്രമാണിയാണ്, അവൻ ദമ്മാടിയാണ്, വെറുതെ കേട്ടു പറഞ്ഞതാണ്. അവനങ്ങ് മരിച്ചുപോയാൽ പിന്നെ അള്ളാഹുവിന്റെ കോടതിയിൽ ചെന്നുകൊണ്ട് ഉത്തരം പറയേണ്ടി വരുമല്ലോ. അതുകൊണ്ട് മനുഷ്യരുമായിട്ടുള്ള പ്രശ്നങ്ങൾ എതിർപ്പിക്കാൻ പാടുള്ളതല്ല, അത് അപ്പ് പരിഹരിച്ചേക്കണം. തെറ്റുകളും കുറ്റങ്ങളും മനുഷ്യന് സ്വാഭാവികമാണ്, മനുഷ്യൻ പൊറുക്കാതെ അള്ളാഹ് പൊറുത്തരൂല. അതുകൊണ്ട് അതിനൊന്നും വഴിവെക്കണ്ട. എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും സമാധാനം, എല്ലാവരോടും ഇഷ്ടമുള്ള നല്ല ബന്ധമുണ്ടാക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. വിഷയത്തിന്റെ അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മനുഷ്യരോടുള്ള 7 ബാധ്യതകളുണ്ടെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ വേറൊരാളോട് 7 തരത്തിൽ കടപ്പെട്ടിട്ടുണ്ട്. ലിൽ മുഅ്മിനി അലൽ മുഅ്മിനി 7 ഹുഖൂഖ്. ഒരാൾക്ക് മറ്റൊരാളോട് 7 ബാധ്യതകളുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. 7 ബാധ്യതകളുണ്ട്. അത് 7 പറഞ്ഞാൽ നമ്മൾ ഇൻഷാ അല്ലാഹ് വഅല്ല അവസാനിക്കും, കൂടുതലൊന്നും പറയാനില്ല. ഒന്നാമത്തത് അൽ ഇജ്ലാൽ, പരസ്പരമുള്ള റെസ്പെക്റ്റ് ആണ്, ബഹുമാനമാണ് ഒന്നാമത്തെ ബാധ്യത. ഈ 7 ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹ് ചോദിക്കും കേട്ടോ. മനുഷ്യരോടുള്ള കാര്യം തീർപ്പാക്കണം. നമ്മൾ വലിയ നിസ്കാരം, വലിയ പള്ളിയിൽ ഒന്നാമത്തെ സഫിലാണ് റമദാനിലൊക്കെ. നമ്മളെ വിചാരം നിസ്കരിച്ചാൽ അള്ളാഹു സ്വർഗം അങ്ങോട്ട് തുറന്ന് വെച്ചങ്ങോട്ട് പോയാൽ മതി എന്നാണ്. തറാവി നിസ്കരിച്ചിട്ട് തറാവി കഴിഞ്ഞിട്ടുണ്ടാവും ഒരു വട്ടം കൂടിയിട്ടുള്ള ഒരു കുറ്റം പറയൽ. തറാവി കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഒരു കുറ്റം പറയലുണ്ട്. ഏതെങ്കിലും ചെറുപ്പക്കാരൻ റമദാനിൽ 30 ദിവസം പള്ളിയിൽ വന്നിട്ടുണ്ടാകും. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഓനെ പള്ളി കണ്ടിട്ടുണ്ടാവൂല. എന്നിട്ട് ഇയാൾ അങ്ങാടി കുത്തിരുന്നുണ്ടോ, ഓൻ്റെ ഒക്കെ ഒരു പോക്കുണ്ട്, ഓനപ്പോൾ റമദാനിൽ 30 ദിവസം പള്ളിയിലുണ്ട്, ഇപ്പോൾ ഓനൊക്കെ എവിടെയാണ്? ഓൻ്റെയൊക്കെ വിചാരം എന്താ, റമദാനിൽ മാത്രമേ ദീനുള്ളൂ അല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെറുതെ മറ്റോൻ്റെ ആഹ്റം, നമ്മുടെ ആഹ്റം എന്തിനാ മറ്റോനെ കുറ്റം പറഞ്ഞ് കളയുന്നത്? നോമ്പ് കഴിഞ്ഞാലാണത് കൂടുതൽ, പിന്നെ ട്രോളൊക്കെ ഉണ്ടാകും. റമദാൻ കഴിഞ്ഞാലും പള്ളി ഇവിടെ ഉണ്ടെന്ന് മുക്കറി അറിയിച്ചു, പ്രത്യേകം അറിയിച്ചു, കമ്മിറ്റിക്കാർ പ്രത്യേകം അറിയിച്ചു, പള്ളി അവിടെ തന്നെ ഉണ്ട്, പള്ളി മുങ്ങിപ്പോയില്ല എന്നൊക്കെ പറഞ്ഞ് ട്രോളുണ്ടായിരുന്നു. റമദാൻ്റെ മനുഷ്യന്മാരൊക്കെ പള്ളിയിൽ വന്നു, ഓൻ പള്ളിയിൽ വന്ന് നന്നായിക്കോട്ടെ, റമദാൻ കഴിഞ്ഞിട്ട് ഓൻ വരുന്നില്ല, വരണ്ട, അവനെ കുറ്റം പറയാൻ പോകണ്ട, നല്ലതെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. അവൻ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യുന്നവനാണെങ്കിൽ വെറുതെ നമ്മൾ പറഞ്ഞ് നമ്മുടെ ആഹ്റം വെറുതെ കളയേണ്ട കാര്യമുണ്ടോ? ഒരു മനുഷ്യനെയും അനകാരണമായി ചീത്ത വിളിക്കാനോ പരിഹസിക്കാനോ പാടില്ല. അവൻ പൊരുത്തം കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാൻ്റെ പരലോകത്ത് നിസ്കാരം കൊണ്ട് പോയിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല, അതൊക്കെ അവന് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. അതൊക്കെ എല്ലാവരും ഓർത്തോളി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യരോടുള്ള ബന്ധം നന്നാക്കണം. അതാണ് നമ്മൾ ഇത്രയും പറഞ്ഞ ആകത്തുക. നിസ്കരിച്ച് നോമ്പെടുത്ത് മനുഷ്യന്മാർക്കൊക്കെ സ്വതക്കേത് സക്കാത്തൊക്കെ കൊടുത്ത് വലിയ ആളായി സുജായായി നിസ്കാരത്താമ്പുണ്ടെങ്കിലേ അള്ളാഹു സ്വർഗം തരുന്നെന്ന് എവിടെയും ഗ്യാരണ്ടി പറഞ്ഞിട്ടില്ല. ഇവിടെ അങ്ങനെ ഗ്യാരണ്ടി പറഞ്ഞിട്ടില്ല. മനുഷ്യന്മാരോട് നല്ല പോലെ നല്ല മനസ്സും നല്ല സ്നേഹവും നല്ല ഹൃദയമുള്ളവരൊക്കെ രക്ഷപ്പെടും. ഇവിടെയും അങ്ങനെ തന്നെയാണ്. കുറേ ഇബാദത്തൊന്നും വേണമെന്നില്ല, ഒരുപാട് ഇബാദത്തൊന്നും എടുക്കാൻ നമ്മളെ കൊണ്ടാവൂല്ല അല്ലേ? അള്ളാൻ്റെ റസൂലൊക്കെ 100 റക്അത്ത് നിസ്കരിച്ച് ഒരുപാട് രാത്രികൾ. ഫലാകൂന അബ്ദൻ ഷക്കൂറ സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്ദിയുള്ള അടിമയുണ്ട് എന്നാണ് ചോദിച്ചത്. ആര്? സ്വർഗ്ഗ ഉദ്ഘാടനം ചെയ്യുന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു. ആ റസൂലുള്ള സ്വർഗ്ഗ ഉദ്ഘാടനം ചെയ്യുന്ന ആളാണ്. ദിവസം 100 ഇസ്തിഗ്ഫാർ ചെയ്യും, രാത്രി 100 നമസ്കാരം, റക്അത്ത് നിസ്കാരം. ആ റസൂലുള്ളയാ പറഞ്ഞത്, നമ്മളുടെ ഇബാദത്ത് എവിടെയാണ് മുഅ്മിനീങ്ങളെ? നമ്മുടെ കൺപുരികമുണ്ട്, അവയവങ്ങളുണ്ട്, നമ്മുടെ മനോഹരമായ ജീവിത ആരോഗ്യ ശൈലിക്ക് അല്ലാഹു അവസരം തന്നു. നമ്മൾ നന്ദിയുള്ളവരാണോ? അറ്റ്ലീസ്റ്റ് അല്ലാഹ് പറഞ്ഞ നല്ല ഹൃദയമുള്ള സുഫാഉൽ ഖൽബെങ്കിലും ഉണ്ടാകണം ഇബാദത്ത്. പിന്നീട് അല്ലേ നല്ല ഹൃദയം. ഇന്നല്ലാഹ
അല്ലാഹു തആല യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഖൽബിലേക്കാണ് നോക്കുന്നത്, നിങ്ങളുടെ ജസദിലേക്കല്ല. ഖൽബ് നല്ലതോ മനോഹരമാണോ സ്ഫുടം ചെയ്തതാണോ അല്ലാഹു സ്വർഗ്ഗം തരും. മനുഷ്യന്മാരോട് അസൂയ ഖൽബിന്റെ രോഗമാണ്. എപ്പോഴും കുശുമ്പ് അല്ലേ, എപ്പോഴും വഴക്ക്, ഭാര്യനോട് എപ്പോഴും വഴക്കാണ്, വീട്ടിൽ ഉമ്മാനോട് വഴക്കാണ്, നാട്ടുകാരോടും പിണക്കമാണ് അല്ലെ. സഫാഉൽ ഖൽബില്ലെങ്കിൽ ഇബാദത്തോണ്ട് കാര്യമില്ല. ഇബാദത്ത് സ്വീകരിക്കപ്പെടേണ്ട ഘടകങ്ങൾ എണ്ണിയിടത്ത് ഖൽബിന്റെ ശുദ്ധി കൂടെ മഹാന്മാർ എണ്ണുന്നുണ്ട്. മനുഷ്യന്മാരോട് നല്ല പോലെ, അയൽവാസികളോട് നല്ല പോലെ. നമ്മൾ മരിച്ചാൽ നമ്മളെപ്പറ്റി നല്ലത് പറയേണ്ട ആള്, അവിടെ നമ്മൾ വിഷയം തുടങ്ങിയത്. ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് മടങ്ങി വരാം, അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ മനുഷ്യന്മാരോടുള്ള ഒന്നാമത്തെ ബാധ്യത പരസ്പരം റെസ്പെക്ട് ചെയ്യാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങാടി കൂടെ പോകുമ്പോൾ പ്രായമുള്ള പൈസ ഇല്ലാത്ത ഒരു ഉപ്പ പോകുമ്പോൾ നമ്മൾ ബൈക്ക് നിർത്തൂല, നമ്മൾ കാറ് നിർത്തൂല. എന്തേ, അവൻ പാവപ്പെട്ടവൻ. എന്നാൽ നാട്ടിൽ അത്യാവശ്യം വില ഉള്ള ഒരാൾ നടന്നു പോകണം, നമ്മൾ വണ്ടി നിർത്തും. ഇക്ക അങ്ങോട്ടാ, വീട്ടിലേക്കാ, കേറിക്കോ അല്ലേ. അത് പാടില്ല, അത് മാടിത്തരവും. പൈസ ഇല്ലാണ്ടായി പോയത് അവന്റെ കുറ്റമല്ല, ഇപ്പുറത്തുള്ളവൻ അള്ളാഹു പണം കൊടുത്ത് അവന്റെ നന്മയല്ല, അത് അള്ളാന്റെ ചില പരീക്ഷണങ്ങളാണ്. പണം കൊടുക്കാതിരിക്കുന്നത് പരീക്ഷണവാ, പണം കൊടുക്കുന്നതും പരീക്ഷണവാ. നമ്മൾ അതിൻ്റെ പേരിൽ മനുഷ്യന്മാരെ ഡിവൈഡ് ചെയ്യരുത്, ക്ലാസിഫൈ ചെയ്ത് കാണരുത്. മനുഷ്യൻ അള്ളാഹുവിന് പേടിയുണ്ടോ അവനാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, തഖ്വയുള്ളവരാണ് അള്ളാന്റെ അടുക്കൽ വില ഉള്ളൂ, അള്ളാഹ്ക്ക് ബഹുമാനം ഉണ്ടാവുള്ളൂ. അപ്പൊ ഒന്നാമത്തെ ബാധ്യത പഠിച്ചു. മനുഷ്യന്മാരെന്ത് ചെയ്യരുത്, ഡിവൈഡ് ചെയ്ത് കാണരുത്. മനോഹരമായ ഖൽബിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒന്നാമത്തെ നന്മ മനുഷ്യന്മാരെ സമഭാവനയോടെ കാണേണ്ടതുണ്ട്. പിന്നെ ചില ആളുകളെ പള്ളിയിൽ ഉസ്താദ് അല്ലേ, ചില ആളുകളെയൊക്കെ നമുക്കൊരു അധികം റെസ്പെക്ട് കൊടുക്കേണ്ടി വരും. അതങ്ങനെ കൊടുക്കുകയും വേണം. അല്ലാതെ എന്താ പറയാ, ചില ആളുകൾ എപ്പോഴും മികയത്ത്, ചില ആളുകളെ ഇത് പാടില്ല. മനുഷ്യനെ പരിഗണിച്ച് പരസ്പരം ബഹുമാനിക്കലാണ് ഒന്നാമത്തെ ബാധ്യത. എല്ലാവരും മനസ്സറിഞ്ഞ് കേട്ടോളൂ. രണ്ടാമത്തെ ബാധ്യത ഹബീബ് തങ്ങളാണ് പഠിപ്പിക്കുന്നത്, ഖൽബ് നിറയെ അറ്റമില്ലാതെ ഇഷ്ടപ്പെടല, അറ്റമില്ലാതെ സ്നേഹിക്കലാണ് രണ്ടാമത്തെ ബാധ്യത എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്മാരെ സ്നേഹിക്കുക അറ്റമില്ലാതെ. അവിടെയാണ് നമ്മൾ നേരത്തെ ഉത്തരം പറഞ്ഞത്. എന്തിനാണ് അറ്റമില്ലാത്ത സ്നേഹം? മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ നല്ലോലാണെന്ന് നാലാളെങ്കിലും പറയണം. അതിനാ നമ്മൾ അയൽവാസിനോട് തല്ല്, നാട്ടുകാരോട് പിണക്കം, അവൻ എന്തെങ്കിലും ഒരു കാറ് വാങ്ങുമ്പോൾ അസൂയ. നമ്മൾ മരിച്ചാൽ നമ്മളെപ്പറ്റി നാലാൾ നല്ലത് പറയാനുണ്ടാവോ? നമ്മുടെ വേദിയിൽ പിരിവ് വരുന്നുണ്ട്, മാഷാ അല്ലാഹ്. നല്ല സംഖ്യ നമ്മുടെ ഈ പരിപാടിക്ക് ചെലവ് വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും നല്ലൊരു സ്വതക്ക മനസ്സറിഞ്ഞിട്ട് ഈ ഒരു ബക്കറ്റിൽ നിക്ഷേപിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ ആളുകളും ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് 10 മണിയായി, 10:30 ആകുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പോകട്ടെ ഇൻഷാ അല്ലാഹ്. 2 മണിക്കൂർ ഇൻഷാ അല്ലാഹ്. എന്തിനാണ് ബന്ധം ചോദിച്ചതിന്റെ ഉത്തരം പറഞ്ഞു. മരിച്ചു കിടക്കുമ്പോൾ നല്ലത് പറയാൻ. മനുഷ്യരോടുള്ള രണ്ടാമത്തെ ബാധ്യത അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്ന സ്വഹാബ, രണ്ടാമത്തെ ബാധ്യത എന്താണ്? വൽവുദ്ദുലഹു ഫീ സുദരിഹി, മനസ്സ് നിറഞ്ഞിട്ട് അവനെ ഇഷ്ടപ്പെടലാണ്, സ്നേഹിക്കലാണ്. മഹാനായ പാണക്കാട് ശിഹാബ് തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സംഭവം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തൃശ്ശൂർ ഭാഗത്തേക്ക് ഉദ്ഘാടനത്തിന് വേണ്ടി പോവുകയാണ്. മഹാനായ സയ്യിദ് ശിഹാബ് തങ്ങൾ കൂടെ ആരുണ്ട്? JDP എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന്റെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ഹസ്സനാജി എന്ന വ്യക്തിയുണ്ട്. ആനായ പാണക്കാട് തങ്ങളെ വീട്ടില് തങ്ങളോട് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. ഹസ്സനാജിയുടെ മനസ്സിൽ വല്ലാത്ത ആശങ്ക, സംശയമുണ്ടായിരുന്നു. പാണക്കാട്ട് തങ്ങൾ ഓരോ സ്ഥലത്തും ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാറുണ്ട്, പലതും ഇനാഗുറേഷൻ നടത്താറുണ്ടല്ലോ. പാണക്കാട്ട് തങ്ങൾക്ക് ഓരോ സ്ഥലത്തും ഒരുപാട് ആഭരണങ്ങൾ ലഭിക്കാറുണ്ട്.
ഒരുപാട് ക്യാഷ് ലഭിക്കാറുണ്ട്, സമ്മാനങ്ങൾ ലഭിക്കാറുണ്ട്. ഇതെല്ലാം തങ്ങൾ എവിടെയാണ് കൊണ്ടുപോകുന്നത്? ഈ സമ്മാനങ്ങളെല്ലാം തങ്ങൾ എവിടെയാണ്, ഏത് ബാങ്കിലാണ് നിക്ഷേപിക്കുന്നത്? രാവിലെ ചൊവ്വാഴ്ചയല്ലാത്ത എല്ലാ ദിവസങ്ങളിലും, ആഴ്ചയിൽ 6 ദിവസങ്ങളിലും ആയിരക്കണക്കിന് പരിപാടികളാണല്ലോ. ഈ പണമെല്ലാം ഏത് ബാങ്കിലാണ് തങ്ങൾ കൊണ്ടുപോയിടുന്നത്? ഹസ്സനാജിയുടെ മനസ്സിൽ എപ്പോഴുമുള്ള സംശയമായിരുന്നു. പക്ഷേ തങ്ങളെ മുഖത്ത് നോക്കി അത് ചോദിക്കാൻ പറ്റില്ലല്ലോ. തങ്ങളോട് ചോദിക്കണമെന്നുണ്ട്, പക്ഷേ ആ റെസ്പെക്ട് കൊണ്ടോ തങ്ങളോട് ചോദിക്കാനില്ല. ആയിടെ പാണക്കാട്ട് ചെന്നപ്പോഴാണ് തങ്ങൾ തൃശ്ശൂരിലേക്ക് പോകുന്നത്. അതും ഒരു ജ്വല്ലറി ഉദ്ഘാടനമാണ്. തങ്ങൾ ചോദിച്ചു, ഹസ്സനാജി നിങ്ങൾ കൂടെ വരുന്നോ? ഹസ്സനാജി പറഞ്ഞു, തങ്ങളെ ഞാൻ കൂടെ വരുന്നുണ്ട്. ഹസ്സനാജി വിചാരിച്ചു നല്ലൊരു അവസരമാണ്, തൃശ്ശൂർ വരെ യാത്ര ഉണ്ടല്ലോ, നമുക്ക് ആ യാത്രയിൽ എന്ത് ചെയ്യണം, തങ്ങളോട് ഈ കാര്യം ചോദിക്കണം, എവിടെയാ അതൊക്കെ കൊണ്ടുപോയി നിക്ഷേപിക്കണത്. അങ്ങനെ യാത്ര ചെയ്യുന്നു. തൃശ്ശൂരിലെത്തി. ജ്വല്ലറി ഉദ്ഘാടനം. കാറിലിരുന്നിട്ട് ഹസ്സനാജി ഇങ്ങനെ ചോദിക്കണമെന്നുണ്ട്, പക്ഷേ ചോദിക്കാൻ പറ്റുന്നില്ല. വായിന്ന് വാക്ക് വരുമ്പോഴേക്ക് എന്താ, തങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ ഹൈബത്തൻ ലഹു വഖാർ, തങ്ങളുടെ ഹൈബത്തും വഖാറൊക്കെ മാനിച്ച് കണ്ടിട്ട് അത് ചോദിക്കാൻ തോന്നിയില്ല. അങ്ങനെ തൃശ്ശൂരെത്തി. ജ്വല്ലറി ഉദ്ഘാടനം കഴിഞ്ഞു. അവിടെ നിന്നതാ തങ്ങളുടെ കയ്യിലേക്ക് മനോഹരമായ ഒരു സ്യൂട്ട് കേസ് തങ്ങളെ കയ്യിലേക്ക് കൊടുക്കുന്നു, സ്വർണ്ണാഭരണം. ഉദ്ഘാടനം കഴിഞ്ഞപ്പോ അതിന്റെ ഉടമ സമ്മാനം കൊടുക്കുകയാണ് തങ്ങൾക്ക്. ഹസ്സനാജി ഇത് കണ്ട്, പഠിച്ചോനെ ഇങ്ങനത്തെ എല്ലാ ദിവസവും കിട്ടുകയാണ്, എന്തായാലും തിരിച്ചു പോകുന്നത് ചോദിച്ചേ മതിയാകും. അങ്ങനെ കാറിൽ കയറിയവർ തിരിച്ചു വരുമ്പോ വഴിയിലെത്തിയപ്പോ ഒരു പ്രവർത്തകൻ മരണപ്പെട്ട വീടുണ്ട്, ആ വീട്ടിലൊന്ന് കയറണമെന്ന് തങ്ങളുടെ ഡ്രൈവർ പറഞ്ഞു. തങ്ങളെ ഒരു പ്രവർത്തകൻ, സംഘടനാ പ്രവർത്തകൻ മരണപ്പെട്ടിട്ടുണ്ട്, ആ വീട്ടിലൊന്ന് പോയി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ തങ്ങളായിക്കോട്ടെ അങ്ങോട്ട് പോയി, വീട്ടിൽ പോയി. വീട്ടിലെത്തി. തങ്ങൾ ദ്വാരന്നു. പാണക്കാട്ടെ തങ്ങൾ വന്നു എന്ന് കേട്ടപ്പോ പരിസരത്തുനിന്ന് ഒരുപാട് ആളുകൾ ഒത്തുകൂടി. തങ്ങൾ ദ്വാരന്നു. വീട്ടുകാരെ സമാധാനിപ്പിച്ചു. അങ്ങനെ തങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. തങ്ങൾ പുറത്തേക്കിറങ്ങി കാറിൽ കയറാൻ വേണ്ടി ഒരുങ്ങാൻ. പരിസരത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. തങ്ങൾ കാറിലേക്ക് കയറാൻ വേണ്ടി ഒരുങ്ങുമ്പോ അങ്ങനെ നിന്നിട്ട് ഒരു സാധുവായ ഹൈന്ദവ സഹോദരി ഓടി വരികയാണ്. ഓടി വന്നിട്ട് തങ്ങളടുത്തിട്ട് പറഞ്ഞു, തങ്ങളെ ഒന്ന് കാണാൻ ആഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നു, ഇപ്പൊ അത് സാധിച്ചല്ലോ. എന്റെ മകളുടെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്, 10-25 പവനാണ് ആഭരണം നിശ്ചയിച്ചിട്ടുള്ളത്. അവരുടെ അച്ഛൻ, എന്റെ ഹസ്ബൻഡ് മരണപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് വേറെ ആരുമില്ല, എനിക്ക് ആമക്കളൊന്നുമില്ല, ഞാനും എൻ്റെ മോളും മാത്രമേ ഉള്ളൂ, ചെറിയൊരു വീടാ, വേറൊന്നും സമ്പാദ്യമൊന്നുമില്ല, വാടക വീടാണ്. തങ്ങളോട് ഇതൊന്ന് പറയണം, ഒരു അനുഗ്രഹം വാങ്ങണം, പ്രാർത്ഥന കൊതിച്ചിട്ടാ വന്നത്, എനിക്കിപ്പോ സമാധാനായി എന്ന് പറഞ്ഞിട്ട് ആ അമ്മ ഒറ്റ ശ്വാസത്തിലെല്ലാം പറഞ്ഞ് തങ്ങളെ മുന്നിൽ നിന്ന് തിരിച്ചു നടക്കാൻ ഒരുങ്ങുമ്പോ തങ്ങൾ മുജീബ് ഡ്രൈവർ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ആ സ്യൂട്ട് കേസ് ഇങ്ങെടുത്തിട്ട് വാ. വണ്ടിയുടെ ഡിക്കിയിൽ നിന്ന് ആ സ്യൂട്ട് കേസുമായി ഡ്രൈവർ വരുന്നു. തങ്ങളത് നേരെ തുറന്നു പോലും നോക്കാതെ ആ അമ്മയ്ക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇതിൽ എത്ര ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, ഉള്ളതൊക്കെ നിങ്ങൾ എടുത്തോ, ഇനി വല്ല പോരായ്മയുണ്ടെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച പാണക്കാടേക്ക് വന്നാ മതി എന്ന് പറഞ്ഞു. ഇത് ആര് കാണുന്നുണ്ട്? ഹസ്സനാജി കാണുന്നുണ്ട്. ഹസ്സനാജി ആ സമയത്ത് മനസ്സിൽ എഴുതി വെച്ചു, പാണക്കാട്ടെ തങ്ങളെ തെറ്റിദ്ധരിക്കുന്നവർ തങ്ങളെ കുറിച്ച് അറിയാത്തവർ മാത്രമാണ്. ശഅബാൻ 9 2 ദിവസം മുന്നേ തങ്ങൾ വഫാത്തായ ദിനവും. അള്ളാഹു ആ മഹാന്റെ കൂടെ നമുക്ക് സ്വർഗം തരട്ടെ. മനുഷ്യരെ സ്നേഹിച്ച ഖൽബിൽ അറ്റമില്ലാത്ത സ്നേഹം മുഅ്മിനീങ്ങളോടത് ബാധ്യതയാണ്, മുഅ്മിനീങ്ങളോട് നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ്. അമുസ്ലിമീങ്ങളോടും മനസ്സിൽ ഇഷ്ടം വേണം. നമ്മുടെ രാജ്യം അങ്ങനത്തെ ഒരു മതേതര സംസ്കാരത്തിന്റെ രാജ്യമാണ്. ഇവിടെ വെറുപ്പിന്റെയോ അതല്ലെങ്കിൽ മനസ്സിൽ വിദ്വേഷത്തിന്റെയോ ഒരു സമീപനം പുലർത്തേണ്ട നാടല്ല. ഈ നാടിന്റെ ഐശ്വര്യവും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കുക എന്നത് നമ്മുടെ കൂടെ മര്യാദയാണ്. എത്ര ആളുകളാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അഭിനന്ദിക്കുന്നത്. മനുഷ്യരെ സ്നേഹിക്കുക, അറ്റമില്ലാതെ ഇഷ്ടപ്പെടുക. അള്ളാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് തരട്ടെ. അതാ രണ്ടാമത്തെ ബാധ്യത.
മൂന്നാമത്തെ ബാധ്യത, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന മൂന്നാമത്തെ ബാധ്യത, ജനാസ, അവൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ പിന്നാലെ നടന്ന് ജനാസനെ പിന്തുടരണം. ജനാസയെ പിന്തുടരലാണ് മൂന്നാമത്തെ ബാധ്യത. നാലാമത്തെ ബാധ്യത എന്താണ്? അള്ളാന്റെ റസൂല് പറയുന്നു, അവൻ അസുഖമായിട്ട് കിടക്കുമ്പോ അവനെ സന്ദർശിക്കല. അത് രോഗിയെ സന്ദർശിച്ചാലുള്ള പ്രതിഫലമൊക്കെ നമ്മൾ പറഞ്ഞു. അഞ്ചാമത്തെ ബാധ്യത, മുതലിന്റെ കാര്യത്തിൽ വിശാലത ചെയ്തു കൊടുക്കലാണ്. പൈസന്റെ കാര്യത്തിൽ വിശാലത ചെയ്യാം. അബൂ ഹുറൈറ തങ്ങൾ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ അബാ ഹുറൈറ ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ നിങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞു. ആരോട്? അബൂ ഹുറൈറ തങ്ങളോട്. അബൂ ഹുറൈറ തങ്ങൾ റീപ്ലൈ കൊടുത്തു, ആണോ? ഉറപ്പാണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പൈസ ഉണ്ട്, നിങ്ങളുടെ മുതലുണ്ട്, അതിൽ നിങ്ങളെപ്പോലെ എനിക്കും അതിൽ അധികാരം തരുമോ? നിങ്ങളുടെ പണത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്ന പോലെ എനിക്കും എടുത്തുപയോഗിക്കാനുള്ള അവകാശം തരുമോ എന്ന് മഹാനായ അബൂ ഹുറൈറ തങ്ങൾ ഇദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, യാ അബൂ ഹുറൈറ, അത്രക്കൊന്നും വേണ്ട, എന്റെ മുതൽ എന്റെ സമ്മതമൊന്നും ഇല്ലാതെ എടുത്തുപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബന്ധം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഇത് പോയിക്കോ, നിന്റെ ബന്ധം എനിക്ക് വേണ്ട, നിന്നെ പോലെയുള്ളവരുടെ ബന്ധമല്ല എനിക്ക് വേണ്ടത്. മഹാനായ ഹസ്സനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു മഹാനവർകളുണ്ട്, മുഹമ്മദ് ഇബ്നു മാലിക് എന്നവരുണ്ട്. അവർ രണ്ടുപേരും വല്ലാത്ത അടുത്ത കൂട്ടുകാരാണ്. ആ സമയത്താണ് മഹാനായ ഖവ്വാസ് റളിയല്ലാഹു തആല അൻഹു മഹാനായ അബൂ ഹസ്സനുൽ ബസ്രി തങ്ങളുടെ വീട് സന്ദർശിക്കുന്നത്. കൂടെ ആരുണ്ട്? മഹാനായ മുഹമ്മദ് ഇബ്നു മാലിക് എന്നവരുണ്ട്. വീട് സന്ദർശിച്ചു. വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഹസ്സനുൽ ബസ്രി തങ്ങളില്ല. ഖവ്വാസ് തങ്ങൾ വീടിന്റെ വാതിൽ തുറന്നു, കതക് തുറന്നു. മാലിക് തങ്ങൾ ഇങ്ങനെ കണ്ട് അത്ഭുതപ്പെടുന്നു. വീട്ടുകാരനില്ലാതെ വീടിന്റെ വാതിൽ തുറക്കാണോ? ഖവ്വാസ് തങ്ങൾ മഹാനായ ഇബ്രാഹിം ഇബ്നുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു കതക് തുറന്നു. വീട്ടിന്റെ ഉള്ളിൽ കയറി മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ റൂമിലേക്ക് ചെല്ലുന്നു. റൂമിന്റെ കട്ടിലിന്റെ അടിയിലായിട്ട് അതാ ഒരുപാട് കാരക്ക മനോഹരമായിട്ട് അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇബ്രാഹിം ഇബ്നുൽ ഖവ്വാസ് തങ്ങൾ ആ കാരക്ക ഭക്ഷിക്കാൻ തുടങ്ങി. മാലിക് എന്നവർ ചോദിച്ചു, യാ ഖവ്വാസ് തങ്ങളെ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? സമ്മതമില്ലാതെ ആരാന്റെ എടുത്ത് ഭക്ഷിക്കുകയാണോ? സമ്മതം വേണ്ടതല്ലേ? സമ്മതമില്ലാതെ എടുത്ത് തിന്നാണോ എന്ന് ചോദിച്ചു. ഇബ്രാഹിം ഇബ്നുൽ ഖവ്വാസ് റളിയല്ലാഹു തആല അൻഹു മറുപടി കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു വരുന്നത്. ഹസനുൽ ബസ്രി വർത്തമാനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. മാലിക് തങ്ങളോട് പറഞ്ഞു, മാലിക്കേ, ഞാനും ഇബ്രാഹിം ഇബ്നുൽ ഖവ്വാസ് തങ്ങളും അങ്ങേയറ്റ ബന്ധമാണ്. എന്റത് അദ്ദേഹത്തിനും ഹലാലാണ്, അദ്ദേഹത്തിൻ്റെത് എനിക്കും ഹലാലാണല്ലോ. ഞങ്ങൾക്ക് പരസ്പരം സമ്മതമൊന്നും ചോദിക്കേണ്ടതില്ല, പരസ്പരം പൊരുത്താണ് ഞങ്ങൾക്ക്. ഇത്രക്ക് ബന്ധമാണ്. ഇതാണ് നമ്മുടെ മുൻഗാമികളുടെ ബന്ധം. 10 രൂപ ചോദിക്കുമ്പോഴേക്ക് ബന്ധം മുറിച്ചല്ലേ. മഹാനായ സുലൈമാനുദ്ദാറാനി, അബൂ സുലൈമാനുദ്ദാറാനി തങ്ങൾ, അദ്ദേഹം മഹാനായ പ്രഗത്ഭനായ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, ഭൂമി ലോകത്തുള്ള മുഴുവൻ സമ്പത്തും ഞാൻ എന്റെ കൂട്ടുകാർക്ക് കൊടുത്താലും അത് കുറഞ്ഞുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂട്ടുകാർക്ക് അതിലും കൂടുതൽ കൊടുക്കണം, അത് കുറഞ്ഞുപോയി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരുപാട് സംഭവങ്ങളുണ്ട്. പ്രഗത്ഭനായ ഒരു പണ്ഡിതന്റെ ഉപ്പ മരണപ്പെട്ടു. ഈ പണ്ഡിതന് നല്ലൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്. സുഹൃത്തിനോട് പറഞ്ഞു, ഉപ്പ മരിച്ചുവല്ലോ. കൂട്ടുകാരൻ ചോദിച്ചു, ഉപ്പാക്ക് കടമുണ്ടോ? ഉണ്ട്, 20 ലക്ഷം എന്റെ വാപ്പാക്ക് കടമുണ്ട്, 20 ലക്ഷം കടമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതിൽ 10 ലക്ഷം ഞാൻ കൊടുത്തോളാം, 10 ലക്ഷം നിങ്ങൾ കൊടുത്താൽ മതിയല്ലോ. ഉപ്പാന്റെ 20 ലക്ഷത്തിൽ, നിന്റെ ഉപ്പാന്റെ 20 ലക്ഷത്തിൽ 10 നിങ്ങൾ കൊടുത്താൽ മതി, 10 ഞാൻ കൊടുത്തോളാം. കാരണം നമ്മൾ തമ്മിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ബന്ധമല്ലേ.
ഇങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ സാമ്പത്തിക ഇടപാടുകൾ. പൈസന്റെ പേരിൽ ആരും തർക്കിച്ചിട്ടില്ല, പരസ്പരം ബന്ധം മുറിച്ചിട്ടില്ല. വലൗ കാന ബിഹിം ഖസാസ വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. സൗഹൃദത്തിന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഉദാഹരണമാണ്. ഹിജറ വന്ന അൻസ്വാറുകളായ ആളുകൾ, ഹിജറ വന്ന മുഹാജിറുകളെ വളരെ മനോഹരമായി ഹെൽപ്പ് ചെയ്തു, പൈസ കൊടുത്തു, വീട് കൊടുത്തു, എല്ലാം കൊടുത്തു. അവരെ യുഹിബ്ബൂന മൻ ഹാജറ, പലായനം ചെയ്തു വന്ന ആരും ലോകത്താരും ഇഷ്ടപ്പെടാറില്ല. റോഹിംഗ്യൻ അഭയാർത്ഥികൾ വന്നു, അവർക്ക് വല്ല ഹെൽപ്പും ചെയ്തു. ലോകത്താരും അഭയാർത്ഥികളെ സ്വീകരിക്കാറില്ല, വളരെ കുറഞ്ഞ രാജ്യങ്ങളെ സ്വീകരിക്കാറുള്ളൂ. സാധാരണ അല്ല, മനുഷ്യപ്പറ്റുള്ള വല്ല രാജ്യങ്ങളും സ്വീകരിച്ചു. അതും എന്തെങ്കിലും ഒരു നിശ്ചിത ചെറിയ സൗകര്യം ചെയ്തു കൊടുക്കും. പാലായനം ചെയ്തു വന്ന തമിഴ്നാട്ടിൽ നിന്ന് കുറ്റും പറിച്ചിട്ട് നമ്മുടെ നാട്ടിൽ വന്നാല് നമ്മൾ ആരെങ്കിലും അവരെ മൈൻഡ് ചെയ്യും? സാധാരണ മനുഷ്യന്മാരെ പ്രകൃതിയാ. പുറം നാട്ടുകാർ വന്നു കഴിഞ്ഞാല് അവർ ആരും സ്നേഹിക്കാറൊന്നുമില്ല, അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യും. എന്നാലോ അള്ളാന്റെ റസൂലും കൂട്ടുകാരും മദീനത്ത് ചെന്നപ്പോ അവര് ഹെൽപ്പ് ചെയ്തു എന്നല്ല ഖുർആൻ പറഞ്ഞത്. വളരെ അത്ഭുതമാണത്. വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم, അവരിലേക്ക് ഹിജറ വന്നവർ അവരെ ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു. അതാണ് സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ അസല് അടിസ്ഥാനം. അതാണ് സ്നേഹബന്ധം, ഇഷ്ടം. മുഅ്മിനീങ്ങൾ തമ്മിൽ ഉണ്ടാകേണ്ട മനോഹരമായ ബന്ധം. ലൗ കാന ബിഹിം ഖസാസ വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവർക്കാണ് അല്ലാഹു വിജയം കൊടുക്കുന്നത്. അങ്ങേയറ്റ ആവശ്യമുണ്ട് അവർക്ക്. അവർ സമ്പത്ത് കൊടുത്തത്, സംവിധാനം ഒരുക്കി കൊടുത്തതൊക്കെ അവർക്ക് ഒരുപാട് ഉണ്ടായിട്ടല്ല, അവർക്ക് അങ്ങേയറ്റ ആവശ്യമുണ്ട്. എന്നിട്ടും തന്റെ ആവശ്യത്തെക്കാൾ കൂട്ടുകാരന്റെ ആവശ്യത്തിന് മുൻഗണന കൊടുത്തു. അവരാണ് യഥാർത്ഥ സൗഹൃദം. അതാണ് മുഅ്മിനീങ്ങൾ തമ്മിൽ ഉണ്ടാകേണ്ടത്. നമ്മളോ 10,000 രൂപ കടം വാങ്ങി ഒരു മാസം കഴിഞ്ഞിട്ട് തരാം, ആ മാസമായി കഴിഞ്ഞ് തന്നിട്ടില്ലെങ്കിൽ പിന്നെ അവനോട് പിണക്കമാണ്, പിന്നീട് നമ്മൾ സഹായിക്കൂല, ഹെൽപ്പ് ചെയ്യൂല. അതല്ല മുഅ്മിനെ വേണ്ടത്. മനുഷ്യനാണ്, പ്രയാസം ഉണ്ടാകും, സങ്കടം ഉണ്ടാകും. ഇതൊന്നും നമ്മളായിട്ട് നമുക്ക് കിട്ടിയതല്ലല്ലോ, അള്ളാഹ് തന്നതല്ലേ. അവനെയും അള്ളാഹ് പഠിച്ചു, എന്നെയും പഠിച്ചു. എനിക്കിത്തിരി അല്പം അള്ളാഹു നിയമത്ത് കൂടുതൽ വന്നു, അത് അള്ളാഹിന്റെ അനുഗ്രഹ എന്ന ബോധത്തോടെ മനുഷ്യർക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള വൽ മുവാസാത്തും ഫീ മാലി, മുതലിന്റെ കാര്യത്തിലുള്ള വിശാലത വേണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 6ാമത്തത് കഴിഞ്ഞു, ഇനി 7ാമത്തെ ബാധ്യത. 5ാമത്തെ കഴിഞ്ഞു, ഇനി 6ാമത്തെ ബാധ്യത. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വഅയ്യുഹരിമ ഗൈബത്ത് പറയാതിരിക്കലാണ്. അവനെ പറ്റിയിട്ട് ഗീബത്തോ ഏഷണിയോ പരദൂഷണമൊന്നും പറയരുത് കൂട്ടുകാരെ പറ്റി. 6ാമത്തത്. ഇനി 7ാമത്തെ ബാധ്യത, يقول بعد موته إلا خيرا. ഈ ലോകത്തുനിന്ന് മരണപ്പെട്ടു കഴിഞ്ഞോ കൂട്ടുകാരുണ്ടല്ലോ, പ്രിയപ്പെട്ടവരുണ്ടല്ലോ, കുറ്റം പറയല്ലേ, അവനെപ്പറ്റി മോശം പറയാൻ പാടുള്ളതല്ല. ഇതാണ് 7 ബാധ്യത. അള്ളാഹു നമ്മൾക്ക് പഠിക്കാൻ തൗഫീഖ് തരട്ടെ, മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 2 സംഭവം കൂടെ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ വളർന്നു തീർത്തു. അതിന്റെ മുൻപ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാണ് ബന്ധങ്ങൾ? നല്ലത് പറയാനാണ്. അതും കൂടെ പറഞ്ഞിട്ട് നിർത്താണ്. എല്ലാരും ഇങ്ങോട്ട് മടങ്ങി. നേരത്തെ പറഞ്ഞ 7 കാര്യം ആർക്കെങ്കിലും പറയാൻ കഴിയോ? പറഞ്ഞ അവർക്ക് സമ്മാനം ഇൻഷാ അല്ലാഹ്. ആർക്കാ പറയാൻ കഴിയാ? കൈപൊക്കിയാട്ടെ. ഒരു മനുഷ്യനോടുള്ള 7 ബാധ്യത പറഞ്ഞാൽ ഇപ്പൊ സമ്മാനമുണ്ട്. ആരാ ധൈര്യമുണ്ട്? കൈപൊക്കിയാട്ടെ. ഓർഡർ ഒന്നും വേണ്ട, 7 കാര്യം പറഞ്ഞ സമ്മാനമാ. ഒരു മനുഷ്യനോടുള്ള 7 ബാധ്യത പറഞ്ഞ ഇപ്പൊ സമ്മാനം. ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ?
ആർക്കാ ധൈര്യമുള്ള കൈപൊക്കിയാട്ടെ? ഇൻഷാ അല്ലാഹ് 7 എണ്ണം പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ കൈപൊക്കി. ഇൻഷാ അല്ലാഹ് ഓർത്ത് പറഞ്ഞാ മതി. ഇൻഷാ അല്ലാഹ് ആർക്കാ ധൈര്യമുള്ള? ആരുമില്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങള്? 7 എണ്ണം കിട്ടൂല, ഒരു 6 എണ്ണം കിട്ടും. അങ്ങനെയുള്ള കൈപൊക്കിയാട്ടെ. സമ്മാനം ഗിഫ്റ്റ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ആരുമില്ല? ഒരു 6 എണ്ണം പറയാൻ കഴിഞ്ഞാൽ ആരുമില്ല? ധൈര്യം എല്ലാവർക്കും? പേടിയാണോ? ഞാൻ 2 മണിക്കൂർ നിങ്ങൾ എത്ര ആളെ മുമ്പിൽ പ്രസംഗിച്ചു? ഒരു കുഴപ്പമില്ലല്ലോ. ധൈര്യമായിട്ട് പറയാം ഇൻഷാ അല്ലാഹ്. 6 എണ്ണം പറയാൻ കഴിഞ്ഞാൽ ആരുമില്ലേ? ആരുമില്ല? ഒരു 5 എണ്ണം പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഒരു 5 എണ്ണം അതുമില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിട്ടാ. നമ്മൾ അടുത്ത കഥ പറയുമ്പോഴേക്ക് പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് അവർക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ഫസ്റ്റ് ഒരു 3 കാര്യം പറഞ്ഞത്, ഈമാന്റെ മധുരം മനസ്സിലാകാനുള്ള 3 കാര്യം. അത് പറയാൻ പറ്റുമായിരിക്കെങ്കിലും? ഈമാന്റെ അൽഹംദുലില്ലാ. ഇക്ക പറയുന്നുണ്ട്, അള്ളാഹു സ്വീകരിക്കട്ടെ. ഓരോ പേരെന്താ? ഷംസുദ്ദീൻ സാഹിബാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കട്ടോ. വജദ ഹലാവത്തുൽ ഈമാനിന്റെ മധുരം കിട്ടാവുന്ന 3 എണ്ണമുണ്ട്. ആ 3 എണ്ണം നബി തങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഷംസുക്ക പറയും. പറഞ്ഞട്ടെ. മാഷാ അല്ലാഹ്. മൈക്ക് ക്യാമറ അങ്ങോട്ടായി കൊടുക്കണം, എല്ലാരും കാണട്ടെ. ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തത് ഓക്കെ. 2 മാഷാ അല്ലാഹ് സൗഹൃദം പങ്കിടലും. 3 മൂന്നാമത്തെ വരട്ടെ. മാഷാ അല്ലാഹ്. അല്ലാഹു തആല ഈമാൻ തന്നു, ഇനി കുഫ്രിലേക്ക് മടങ്ങാതിരിക്കലാണ്. നമ്മുടെ ശംസുക്കാക്കുള്ള സമ്മാനം നമ്മുടെ നജഫ് അഹ്മദ് കോയ സാഹിബ് കൊടുക്കുന്നു. പെട്ടെന്ന് വാങ്ങുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ചെറിയ സമ്മാനമാണ്. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ തുടക്കത്ത് പറഞ്ഞത് ഓർത്തിരിക്കുക. അള്ളാഹു അത് കബൂലാക്കട്ടെ. അള്ളാഹു ബുദ്ധിയിലും മഈശത്തിലും ഒക്കെ അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. ഇങ്ങോട്ട് അൽഹംദുലില്ലാഹ് തിരിച്ചു പള്ളിക്ക് തന്നെ സംഭാവന ചെയ്തിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. ജസാക്കല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ. സ്വതക്ക എല്ലാം ശ്രദ്ധിച്ചേ കൊണ്ടൊരു 100 രൂപ അല്ലേ സമ്മാനം പറയരുത്, എന്നാലും പറയാണ്. സ്വതക്ക ചെയ്താൽ പുണ്യം കിട്ടിയില്ലേ? മാഷാ അല്ലാഹ്. അള്ളാഹു കബൂലാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ദുആയും കിട്ടി. ഞാൻ സാധാരണക്കാരാണ്, പാവപ്പെട്ടവനാണ്. പക്ഷെ സദസ്സിൽ നല്ല മനുഷ്യന്മാരുണ്ട്. എത്രയോ ആളുകൾ ആമീനാണല്ലോ. ആരാമീൻ അള്ളാഹ് സ്വീകരിക്കാൻ പറയാൻ പറ്റുമോ? ഇതൊക്കെ ആളുകളുടെ ആമീന്, ആളുകൾ നല്ലത് പറഞ്ഞത്, ആളുകളെ സഹായിച്ചത്, ഇങ്ങനെയുള്ള ഇച്ചിരിയുള്ള നന്മകളൊക്കെ പരലോകത്തുണ്ടാവുള്ളൂ. നമ്മളെ നിസ്കാരം കൊണ്ട് നമ്മൾ രക്ഷപ്പെടും. നമ്മൾ എന്തൊക്കെയാണ് നിസ്കരിക്കുമ്പോൾ ഓർക്കുന്നത്? മകന് അസുഖമാണെങ്കിൽ നമ്മുടെ മനസ്സിൽ അതല്ലേ? അങ്ങനെ നിസ്കാരം പഠിച്ചോന്ന് വേണോ? മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന് കാലിൽ മുള്ളു പറ്റി അമ്പ് തറച്ചപ്പോൾ അത് എടുക്കുന്നത് നമസ്കാരത്തിലാണ്. എന്തേ? നിസ്കരിക്കുമ്പോൾ വേറെ ചിന്തയില്ല. അപ്പൊ കാലിന്റെ വേദന അറിയുന്നില്ല. അമ്പ് തറച്ചത് എടുക്കുന്നത് നിസ്കാരത്തിൽ. എൻ്റെ നിസ്കാരത്തിൽ എടുത്തോളൂ, കാരണം നിസ്കരിക്കുമ്പോൾ എനിക്ക് വേദന അറിയൂല, കാരണം എൻ്റെ ചിന്ത അള്ളയാ. നമ്മളാണെങ്കിലോ ഇപ്പുറത്തെ 1 കിലോമീറ്റർ അപ്പുറത്ത് വല്ല ശബ്ദം ഉണ്ടെങ്കിലും നമ്മൾ അറിയില്ലേ? അല്ലേ? ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുടെ ജേഴ്സി, ബാക്കിൽ മെസ്സി, ഇപ്പുറത്ത് റൊണാൾഡോ. നമ്മുടെ മനസ്സിലേക്ക് ബാഴ്സലോണ, ലാലിഗ, യുവൻഡസ് അല്ല നമ്മുടെ മനസ്സിൽ. നമ്മുടെ നിസ്കാരം കൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ രക്ഷപ്പെടും. നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ സ്വതക്ക, നമ്മുടെ അമല് എന്താ ഇഖ്ലാസ് ഉള്ളത്? അള്ളാഹിന് വേണ്ടിയുള്ള 100% ഇഖ്ലാസ് ഇല്ലാത്ത അമൽ അള്ളാഹു സ്വീകരിക്കുമോ? അള്ളാഹു സ്വീകരിക്കൂല. പിന്നെ അള്ളാഹിൻ്റെ കോടതി രക്ഷപ്പെടുന്നത് ഇങ്ങനത്തെ ഇച്ചിരി ആളുകളുടെ ആമീന്, പ്രാർത്ഥന, ആരെങ്കിലും മനസ്സിന് സന്തോഷം കൊടുത്തത്, മനുഷ്യന്മാരെ കൂടുന്നത്, ഇതൊക്കെ തന്നെ നമുക്ക് തുലാസിൽ തൂങ്ങുള്ളൂ. തുലാസിൽ ഏറ്റവും കൂടുതൽ തൂങ്ങുക സൽസ്വഭാവമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അത് ആരും മനക്കെടാതിരിക്കണ്ട, മനസ്സിലാക്കാതിരിക്കണ്ട. അതൊക്കെ തന്നെ നാളെ പരലോകത്തുണ്ടാവുള്ളൂ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒറ്റ സംഭവം പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ്. നിങ്ങൾ സമയം വൈകുമെന്ന് അറിയില്ല. ഏതായാലും അതങ്ങോട്ട് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദ്വാരം നടപ്പില്ലേ? അപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആരും എഴുന്നേറ്റ് പോകാതെ എല്ലാവരും ഇവിടെ ഇരുന്നു. നല്ല നാട്ടുകാർ, അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാണ് സ്നേഹം, എന്തിനാണ് ബന്ധം? അതിൻ്റെ ഉത്തരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് സൈനബാനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് മുസ്ലിമായ മനുഷ്യനല്ല, ഒരു അമുസ്ലിമിനായിരുന്നു. റസൂലുള്ള സ്വന്തം മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് ഒരു മുസ്ലിമിനായിരുന്നില്ല. അന്ന് ഇസ്ലാം മുസ്ലിം ആകണം എന്നത് നിർബന്ധമല്ല, ആർക്കും കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. അതാണ് അന്നത്തെ നിയമം.
അതാണ് അന്നത്തെ നിയമം. അന്ന് ഇസ്ലാമിന്റെ നിയമം വന്നിട്ടില്ല. അങ്ങനെ സൈനബിനെ കല്യാണം കഴിച്ചത് അബുല്ലാസിനാണ് കല്യാണം കഴിച്ചത്. അങ്ങനെ മക്കയിൽ ജീവിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. റസൂലുള്ളാഹിയും കൂട്ടുകാരും മദീനത്തോട്ട് ഹിജ്റ പോകുന്നു. മദീനത്ത് ചെന്നു. പക്ഷേ സൈനബ് റളിയല്ലാഹു അൻഹ കൂടെ പോകുന്നില്ല. സൈനബ് മക്കത്ത് നിന്നു അബുല്ലാസിന്റെ കൂടെ. സ്നേഹവും സൗഹൃദം എപ്പം തുടങ്ങണം? അതുകൊണ്ടുള്ള ഉപകാരം എന്ത്? എന്തിനാണ് ബന്ധം? എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ? റസൂലുള്ള മദീനത്ത് ചെന്നു കുറച്ച് നാളിന് ശേഷം ബദ്ർ യുദ്ധം വരികയാണ്. ബദ്ർ യുദ്ധത്തെ റസൂലുള്ളാഹിക്കെതിരെ അണിനിരക്കാൻ റസൂലുള്ളാഹിന്റെ പുതിയാപ്പിള, റസൂലുള്ളാഹിന്റെ മകളെ കല്യാണം ചെയ്ത അബുല്ലാസ് ശത്രുപക്ഷത്താണ്. അങ്ങനെ യുദ്ധം കഴിഞ്ഞു. ഞാൻ ചുരുക്കി പറയാണ്, അബുല്ലാസിനെ പിടിക്കപ്പെട്ടു. അബുല്ലാസ് കൊല്ലപ്പെട്ടില്ല, പിടിക്കപ്പെട്ടു. അബുല്ലാസിനോട് പറഞ്ഞു, അങ്ങനെ യുദ്ധ തടവുകാരോട് പറഞ്ഞു, ഉപാധി പറഞ്ഞു. ഒരുപാട് ഉപാധി വെച്ചു. അതിലൊരു ഉപാധി, വല്ല നഷ്ടപരിഹാരവും തന്നാ വീട്ടിൽ പോകാം, എന്തെങ്കിലും പണം തന്നാ തിരിച്ചു പോകാം. അബുല്ലാസ് ആളെ വിട്ടു ഇങ്ങോട്ട് മക്കത്തേക്ക്. സൈനബാന്റെ അടുത്തേക്ക് ആളെ വിട്ടു. സൈനബാന്റെ അടുത്ത് ആള് ചെന്നിട്ട് പറഞ്ഞു, സൈനബ, നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങളെ ഉപ്പ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, യുദ്ധത്തിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്, വല്ലം കൊടുത്താലേ രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞു. സൈനബ് ഒന്നും നോക്കിയില്ല. ബാപ്പാക്കെതിരെ യുദ്ധം നോക്കിയില്ല. പുതിയാപ്പിളയാ, ഭർത്താവാണ്, ബന്ധമാണ് വലുത്. കഴുത്തിൽ നിന്ന് മാലയെടുത്തു, ഒരു പൊതിയിലാക്കിയിട്ട് അങ്ങ് കൊടുത്തു. ഒരു പൊതിയിലാക്കിയിട്ട് അങ്ങ് കൊടുത്തു. ഈ മാലയുമായി ദൂതൻ അബുല്ലാസിന്റെ കയ്യിൽ വന്നു. അബുല്ലാസ് ആ പൊതിയെടുത്ത് റസൂലുള്ളാഹിന്റെ കയ്യിൽ കൊടുത്തു. എന്റെ നഷ്ടപരിഹാരം, എന്റെ പ്രാശ്ചിത്തമാണിത്, എനിക്ക് തിരിച്ചു പോകാനുള്ള നഷ്ടപരിഹാരത്തിന്റെ കാര്യമാണിത് എന്ന് പറഞ്ഞിട്ട് ഈ പൊതി റസൂലുള്ളാഹിന്റെ കയ്യിൽ കൊടുത്തു. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പൊതി തുറന്നു. ആ പൊതി തുറന്നപ്പോൾ അതിന്റെ ഉള്ളിലുള്ള മാലയെടുത്തു. അള്ളാന്റെ പ്രവാചകൻ ഈ മാല കണ്ടപ്പോ മാല കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സ് നിറഞ്ഞിട്ട് കരയുകയാണല്ലോ. വല്ലാതെ റസൂലുള്ളാഹി തങ്ങൾ കരയുമ്പോ സഹാബികൾ ചോദിക്കുന്നു, നബിയേ, എന്തിനാണ് കരയുന്നത് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് സ്വഹാബികളോട് പറയുകയാണ്, സ്വഹാബാ, മാല കണ്ടിട്ടാ കരയുന്നത്? ഈ മാല കണ്ടിട്ട് കരഞ്ഞു പോയതാണല്ലോ. ചോദിച്ചു, നബിയേ, മാല കണ്ടിട്ട് കരയുകയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, ഈ മാല ആരുടേതെന്നറിയോ? എന്റെ ഭാര്യയായിരുന്നു ഖദീജ. എന്റെ പൊന്നാര ഭാര്യയായിരുന്നു ഖദീജയുടെ മാലയാണല്ലോ. ഇരിക്കുന്നതിന്റെ മുന്നേ എന്റെ ഭാര്യ എന്നെ വിളിച്ചു, യാ റസൂലല്ലാഹ്, നമ്മുടെ പൊന്നുമോള് സൈനബയുണ്ടല്ലോ, അബുല്ലാസിനിക്ക് കല്യാണം കഴിപ്പിക്കുമ്പോ ഒരുപാട് ആഭരണങ്ങൾ കൊടുത്തില്ലല്ലോ. അതുകൊണ്ട് നബിയേ, എന്റെ കഴുത്തിലുള്ള അവസാനത്തെ ആഭരണമോ ഇത് നമ്മുടെ പൊന്നുമോള് സൈനബാക്ക് കൊടുക്കാമല്ലോ, യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഭാര്യയായിരുന്നു ഖദീജ റളിയല്ലാഹു തആല ഊരിക്കൊണ്ട മാലയാ. അങ്ങനെ എന്റെ പൊന്നുമോള് സൈനബാക്ക് കൊടുത്തതാണല്ലോ. ഈ മാല കണ്ടപ്പോ ഞാൻ മരിച്ചുപോയ എന്റെ ഭാര്യ ഓർത്തു പോയതാണ്. എന്റെ പ്രിയപ്പെട്ട ഖദീജ, പൊന്നാര ഖദീജ ഓർത്തു പോവുകയാണ്. ആരായിരുന്നു ഖദീജ എന്നറിയോ? അലിമതു അലൈഹാ ഇല്ലാ ഖൈറാ. എന്റെ
ഖദീജയെ പറ്റി നല്ലതല്ലാതെ എനിക്കറിയൂല. ഹിറാ പർവ്വതത്തിന്റെ മുഖത്ത് ആധ്യാത്മികമായി ഞാൻ ഇരിക്കുമ്പോ ആ പർവ്വതം വരെ എനിക്ക് ഭക്ഷണം കൊണ്ടുവന്ന ഉംറയ്ക്ക് പോയവരില്ലോ, ഹിറാ പർവ്വതത്തിന്റെ മുകളിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ടോ? വല്ലാതെ ബുദ്ധിമുട്ടല്ലേ ഇത് കയറോ? ആ പർവ്വതം 14 നൂറ്റാണ്ടുകൾക്ക് മുന്നേ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പൊന്നാര ഭാര്യയായിരുന്ന ഖദീജ ഒരു ദിവസം 3 തവണയാ കയറുന്നത്. അല്ലാഹുവിന്റെ റസൂലിനിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടോ 50 വയസ്സ് കഴിഞ്ഞ എന്റെ പൊന്നാര ഖദീജ എനിക്ക് വേണ്ടി ഭക്ഷണം തരാൻ മലയേറിയതാണ്. മാത്രമല്ല എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞപ്പോ എന്റെ കൂടെ നിന്ന ഭാര്യ എനിക്ക് സമ്പത്ത് തന്ന ഭാര്യ, സമാധാനം തന്ന ഭാര്യ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പ്രിയപ്പെട്ട ഭാര്യയെ പറ്റി നല്ലത് പറയാമോ? എന്തേ ഭാര്യ ഉപയോഗിച്ചിരുന്ന മാല കണ്ടപ്പോ റസൂല് ഭാര്യനെ പറ്റി നല്ലത് പറയാണ്, സ്വന്തം ആളുകളെ പറ്റി നല്ലത് പറയാ. റസൂലുള്ള പിശുക്ക് കാണിച്ചില്ല. റസൂലുള്ള മനസ്സുമായി പോ മനുഷ്യരുടെ നന്മ പറയാൻ നമുക്ക് പ്രയാസമാണെങ്കിലോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, 14 മുന്നേ അല്ലാഹുവിന്റെ റസൂല് കാണിച്ചു തന്ന സ്നേഹത്തിന്റെ ഉദാഹരണമാണ്. ആളെ കണ്ടപ്പോ മരിച്ചുപോയ ഭാര്യന്റെ നന്മ ഓർത്ത് ഓർത്ത് റസൂലുള്ള കരഞ്ഞു പോയെങ്കിലോ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, നമ്മൾക്ക് വല്ല നന്മയും പറയാനുണ്ടോ? എന്തെങ്കിലും നിസ്സാരമായ പ്രശ്നം വന്നോ അതിന്റെ പേരിൽ തർക്കിക്കല്ലേ, പ്രയാസപ്പെടുത്തല്ലേ. പരസ്പരം സ്നേഹത്തോടെ അഡ്ജസ്റ്റ്മെന്റോടെ നല്ലത് പറയോ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ളതാ ബന്ധങ്ങളെന്നത്. സാധുകൾ പറഞ്ഞു നബിയേ, നമുക്ക് വേണ്ട നബിയേ, വിവേകത്തിന്റെ പ്രാശ്ചിത്യമായി സ്വീകരിക്കണ്ട, നഷ്ടപരിഹാരമായി വാങ്ങണ്ട, ആ മാല നമ്മൾക്ക് തിരിച്ചു കൊടുക്കാം, സൈനവാക്ക് കൊടുക്കാൻ നബിയേ എന്ന് സ്വഹാബികൾ പറയുകയാണ്. അങ്ങനെ ആ മാല അബുല്ലാസിന്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുക്കുമ്പോ റസൂലുള്ള പറഞ്ഞു, അബുല്ലാസേ എന്റെ കുഞ്ഞുമോളെ ഇനി നീ തുടരുക, ഇനി നീ തൊടാൻ പാടുള്ളതല്ലോ, കാരണം ആയത്ത് വന്നുപോയല്ലോ. ശിരിക്കീങ്ങൾക്ക് കല്യാണം കഴിപ്പിക്കാനോ ശിരിക്കീങ്ങളെ കെട്ടാനോ പാടില്ല എന്നോ വ്യാഖ്യാനമുള്ള ആശയമുള്ള ആയത്ത് വന്നല്ലോ. അതുകൊണ്ട് അബുല്ലാസേ മക്കത്ത് ചെന്നിട്ട് എന്റെ കുഞ്ഞുമോളെ ഇങ്ങോട്ട് പറഞ്ഞു വിടണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ അബുല്ലാസ് വല്ലാതെ സങ്കടപ്പെടുകയാണ്. ശത്രുവിന്റെ മോളൊക്കെ തന്നെയാണ്, പക്ഷേ ഭാര്യയാണല്ലോ, പവിത്രമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. വാപ്പാക്കെതിരെ യുദ്ധം ചെയ്ത എന്നെ സഹായിക്കാൻ മാല ഊരിത്തന്ന ഭാര്യ. അബുല്ലാസ് സങ്കടത്തോടെ മക്കത്ത് വന്നു ഭാര്യയോട് പറഞ്ഞു, സൈനബ എല്ലാം പോയി സൈനബ, നിങ്ങളെ ഉപ്പ വിളിക്കുന്നുണ്ട്. സൈനബ കരയാൻ തുടങ്ങി. അബുല്ലാസെ നിങ്ങളെ പിരിയാൻ കഴിയുന്നില്ലോ, പക്ഷേ വാപ്പ വിളിച്ചാ പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ? വാപ്പ വിളിച്ചാ പിന്നെ പോകാതിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ സൈനബ, ഞാൻ ചുരുക്കി പറയാണ്, അങ്ങോട്ട് തിരിച്ചുപോയി. അവിടെ നിൽക്കാൻ പറ്റുന്നില്ല സൈനബാക്ക് റളിയല്ലാഹു അൻഹാ, ഇപ്പുറത്ത് അബുല്ലാസിന് നിൽക്കാൻ പറ്റുന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോ അബുല്ലാസ് നേരെ ചെല്ലുകയാണ് മദീനത്തോട്ട്. എന്നിട്ട് സൈനബാനെ കൂട്ടിയിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ, അങ്ങയുടെ മോളെ പിരിയാൻ കഴിയുന്നില്ല നബിയെ, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. കാരണം നിങ്ങളുടെ മോളെ പവിത്രമായ സ്വഭാവം, ആ നന്മ എനിക്ക് വല്ലാതെ ഇഷ്ടമായി. എനിക്ക് എന്റെ
ജാഹിലിയത്തിന്റെ മതം വേണ്ട, ഞാൻ ഇസ്ലാമാവുകയാണെന്ന് പറഞ്ഞിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് വന്നു. കൊടിയ ശത്രുവായിരുന്ന ആള് എന്തേ ഒരു നല്ല ബന്ധമാണ്, എന്റെ ഒരു നല്ല ബന്ധം. അതിൻ്റെ ഇടക്ക് സ്വന്തം ഭാര്യയെ ഓർത്ത് ഒരു മാല കണ്ടപ്പോ നബി മുഹമ്മദ് മുസ്തഫ, ഇങ്ങനെയായിരിക്കണം ബന്ധം, ഇങ്ങനെ പവിത്രമായിരിക്കണം നമ്മുടെ ബന്ധം. അള്ളാഹു അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാ സംസം വെള്ളവും ഒരു സഹോദരനാ തന്നത്. അള്ളാഹു ആ സഹോദരന് എല്ലാ ഹൈറും ബർക്കത്തും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവസാനമായിട്ടൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. നമ്മുടെ ബന്ധവും ഇഷ്ടവും സ്നേഹമൊക്കെ അത് ഫലിക്കണമെങ്കിൽ ഒരു കാര്യം നിർബന്ധമാണ്. ഒരു കാര്യം എന്തേ? മാതാപിതാക്കളെ ഇഷ്ടപ്പെടണം. മാതാപിതാക്കൾക്ക് വെറുപ്പാണെങ്കിൽ ഭാര്യ 400 ആളുകൾ നല്ലത് പറഞ്ഞിട്ടും അല്ലാഹ് സ്വർഗം തരൂല. വാപ്പയും ഉമ്മയും നമ്മളെപ്പറ്റി നല്ലത് പറയണം. വാപ്പാനെ ഉമ്മാനെ വെറുപ്പുണ്ടാക്കരുത് മുഅ്മിനീങ്ങളെ. അതാണ് നമ്മുടെ സ്വർഗം. റസൂലുള്ളാഹിയല്ലേ പറഞ്ഞത്, ഹുമാ ജന്നതുക വനാറുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ ഉമ്മയും ഉപ്പ ആരാ നബിയെ? അറാബി ചോദിച്ചപ്പോ ഉമ്മാ ജന്നതുക വനാറുക, നിന്റെ ഉമ്മ നിന്റെ നരകമാണ്, നിന്റെ ഉമ്മ നിന്റെ സ്വർഗമാണ്, നിന്റെ വാപ്പ നിന്റെ നരകമാണ്, നിന്റെ വാപ്പ നിന്റെ സ്വർഗമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ നബി എന്റെ വാപ്പയും ഉമ്മയും നരകാകുന്നത്? റസൂലുള്ള പറഞ്ഞു, വാപ്പാനെയും ഉമ്മാനെയും സ്നേഹിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ പോകാം, വാപ്പാനെയും ഉമ്മാനെയും വെറുപ്പിച്ചാൽ നിനക്ക് നരകത്തിലും പോകാം. മുഹമ്മദ് മുസ്തഫ. ഉമ്മ മരിക്കുമ്പോഴാണ് ഉമ്മാന്റെ വില തിരിയുന്നത്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ ഭാര്യ നമ്മളോട് പറയുന്നത്, പഞ്ചസാര വാങ്ങിയിട്ടുണ്ടോ? മക്കളോടി വന്ന് പറയുന്നത്, വാപ്പാ മിഠായി വാങ്ങിയോ, മിഠായി വാങ്ങിയോ? ആ സമയത്ത് വീടിന്റെ ഉള്ളിൽ നിന്നോ അടുക്കളയിൽ നിന്ന് പ്രായമുള്ള ഒന്ന് ഓടി വന്നു, ഉമ്മാന്റെ മുഖം ചുറ്റി ചുരിഞ്ഞതാണല്ലോ. ആ മാതാവ് നമ്മളോട് പറയുന്ന, മോനെ നീ വല്ലതും കഴിച്ചിട്ടുണ്ടോ, വല്ലതും കഴിച്ചിട്ടുണ്ടോ, വിയർക്കുന്നില്ലേടാ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ കൊണ്ടുചെന്നിട്ടോ ചോറ് വിളമ്പി തന്ന ഉമ്മയുണ്ടല്ലോ, മറക്കാൻ കഴിയുമോ? കുഞ്ഞുനാളിൽ നമ്മൾ കരഞ്ഞപ്പോ, തൊട്ടിലായിൽ കിടന്നിട്ട് കരഞ്ഞപ്പോ നമ്മുടെ ഉമ്മ കരഞ്ഞില്ലേ, നമ്മുടെ വാപ്പ കരഞ്ഞില്ലേ? എത്രയെത്ര കഷ്ടപ്പാടാണ് അവരെല്ലാം അനുഭവിച്ചത്. അവർക്കൊരു പരാതിയുള്ള പ്രശ്നമില്ല. അങ്ങനെ നമ്മളെ വളർത്തി വലുതാക്കി നമ്മുടെ ഉമ്മയുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ലോകത്തൊന്ന് വിട പറഞ്ഞിട്ട് കത്തിലിൽ കയറ്റിയിട്ട് മണ്ണിട്ട് മാടിയിട്ട് 3 പിടി മണ്ണ് വാരിയിട്ട് ഉമ്മാന്റെ മയ്യത്തിന്റെ ഉമ്മാന്റെ ഖബറിന്റെ ഉള്ളിലേക്ക് വലിച്ചെറിയുമ്പോഴല്ലേ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ, എടാ എന്റെ കുഞ്ഞുമോന് വന്നു, നിനക്ക് സുഖമാണോ മോളെ, നിനക്ക് സുഖമാണോ എന്ന് മനസ്സ് തൊട്ട് ചോദിക്കുന്ന ഉമ്മയില്ലാത്ത വീട് എന്തൊരു ശൂന്യതയാണ് ഒന്നിനുകളെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ സദസ്സിൽ ഒരുപാട് പേരുടെ ഉമ്മ ഖബറിലാണ്. മനസ്സിലേക്ക് വരുന്നില്ലേ മോനേ, മോനേ? താലോലെ പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ, താരാട്ടാനിമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? താലോലെ പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ, താരാട്ടാനിമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ മടിത്തട്ടോ സ്വർഗീയ പൂന്തട്ടോ സ്നേഹക്കടലാണ്, സഹന കാവാണ് ഉമ്മാന്റെ കാലടി പാടിലാണ്.
സുബറുകൾ ഓർത്തോളേ ഒരു മതിയാമുത്ത് മുഹമ്മദ് പൂമടിയുറച്ചോളേ പാലിന്നവരും ഒന്ന് മറക്കാമോ ആയിരം പോറ്റുന്നവന്ന സ്വന്തം പൊറ്റുന്നയാടുമോ കണ്ണല്ലോ കുഞ്ഞും കണ്ണും കാഴ്ചകളറിയൂല കരുളിമ്പ പൊറ്റുന്നവർ കാണിക്കൂല ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കടലാണ് സഹനക്കാവാണ് ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുബറുകൾ ഓർത്തോളേ അതിമതിയാമുത്ത് മുഹമ്മദ് പൂമൊഴിയുറച്ചോളേ ആ ഉമ്മ ഉപ്പ അവരെ വെറുപ്പിക്കാതെ അവരെ മനസ്സിന്റെ കൂടെ നിന്ന് പ്രായമുള്ളപ്പോൾ സന്തോഷിപ്പിച്ച് അവർക്കിടക്കിടെ മുത്തം കൊടുത്ത് വാപ്പാന്റെ ഉമ്മാന്റെ കൈ പിടിച്ചൊരു ഉമ്മ വെക്കാറുണ്ടോ അവരെ കൂട്ടിയിട്ട് നല്ല ആസ്വാദനങ്ങൾക്ക് നല്ല മനോഹരമായ അള്ളാഹു ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് പോകാറുണ്ടോ പ്രായമുള്ള ഉമ്മാനും ഉപ്പാന്റെ മനസ്സ് സന്തോഷിപ്പിച്ചോ അല്ലാഹുവിന്റെ ദുനിയാവിൽ അവരെക്കാൾ നമുക്ക് വല്ലാതെ കടപ്പെട്ട വേറൊരാളില്ല അതുകൊണ്ട് ജീവിക്കുമ്പോ ഉമ്മാക്കും ഉപ്പാക്കും നന്മ ചെയ്തോ മരിച്ചുപോയവർക്ക് എല്ലാവിധ ദുആയും കൊടുത്തോ അല്ലാഹു സ്വീകരിക്കട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് പഠിച്ചോനെ 2.5 മണിക്കൂർ സമയമായി നിങ്ങൾ വാഴ്ന്നു പറയുന്നു നിന്നെ ആലോചിച്ചുകൊണ്ടാണ് നീ ഇഷ്ടപ്പെട്ട മജ്‌ലിസാക്കണേ അല്ലാഹുവേ നീറുന്ന പ്രശ്നങ്ങളുണ്ട് എല്ലാം നീ പരിഹരിക്കണമല്ലോ സങ്കടങ്ങൾ ദൂരീകരിക്കണമേ അല്ലാ രോഗങ്ങളെ തരല്ലേ അല്ലാ പ്രയാസം തരല്ല അല്ലാ അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങളെ പൊറുക്കണമല്ലോ സർവ്വ പാപങ്ങളും പൊറുക്കണമല്ലോ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് പ്രവേശനം തരണമല്ലോ നീ ഇഷ്ടപ്പെട്ട സ്വർഗത്തിലേക്ക് നിങ്ങളെ പ്രവേശനം തരണമല്ലോ ആറടി മണ്ണിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോ പടച്ചോനെ നീയല്ലാതെ വേറൊരാളില്ല നീയല്ലാതെ വേറെ തുണയില്ലല്ലോ നീ നിങ്ങൾക്ക് ഖബറിൽ തുണ തരണമല്ലോ നിന്നയുള്ള ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും നീ കൊടുക്കണമല്ല പ്രയാസം തരില്ലേ അല്ലാ പഠിച്ചവനെ പള്ളിക്ക് വേണ്ടി ആരൊക്കെയാണോ കഷ്ടപ്പെട്ടത് അല്ലാഹുവേ അതിന്റെ എല്ലാ മെമ്പർമാരെ ഭാരവാഹികളോ ആരാണോ അതിനു വേണ്ടി അധ്വാനിക്കുന്നത് എല്ലാവർക്കും നീ കൊടുക്കണമല്ലോ ഇവിടെ ലേലം നടന്നപ്പോ ആവേശത്തോട് കൂടെ നിന്ന ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ടല്ലോ പടച്ചോനെ അവർക്ക് നീ സ്വർഗം കൊടുക്കണമല്ലോ മരിച്ചുപോയ നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങളുടെ ഉപ്പാക്ക് വല്യപ്പ വല്യമ്മ കുടുംബത്തിൽ നിന്ന് സൗഹൃദത്തിൽ നിന്ന് ഗുരുവന്മാരിൽ നിന്ന് മരണപ്പെട്ടു പോയ നിങ്ങളുടെ എല്ലാ ആളുകൾക്കും നീ ഖൈർ തരണമല്ലോ പ്രയാസം തരില്ലേ അല്ലാഹുവേ നിങ്ങൾ ചെയ്തു പോയ എല്ലാ തിന്മകളും നീ പൊറുക്കണമല്ലോ ഈ മഹല്ല സംവിധാനങ്ങളുടെ പ്രഗത്ഭരായ ഇതിന്റെ ഭാരവാഹികളെ ഇതിന്റെ ഭരണകർത്താക്കളെ പഠിച്ചവരെ ആരൊക്കെയാണെങ്കിലും അവർക്ക് ഖൈർ കൊടുക്കണമല്ലോ ആരാണോ അതിനു
വേണ്ടി അധ്വാനിച്ചത്. മൻ ബനാ ലില്ലാഹി മസ്ജിദാ ബനല്ലാഹു ബൈതൻ ഫിൽ ജന്ന എന്ന് പറയപ്പെട്ട വീട് കൊടുക്കണമല്ലോ. ഈ നാട്ടുകാരെ സ്നേഹിക്കാ അല്ലാഹുവേ. ഇതിന്റെ നന്മ ആരാണോ ഉദ്ദേശിക്കുന്നത് അവർക്കൊക്കെ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بفضل صلى الله على محمد. اللهم صل على محمد അലൈഹി വസല്ലം. ഒക്കെ എനിക്കും ഉമ്മാക്കും ഉപ്പാക്കും കുടുംബത്തിനൊക്കെ ദ്വാരക്കണം ഇൻഷാ അല്ലാഹ്. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച പ്രിയപ്പെട്ട സുഹൈർ നമ്മൾ വളരെ അടുത്ത സുഹൃത്താണ്. അള്ളാഹു അദ്ദേഹത്തിന് ഖൈർ കൊടുക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു നന്മ കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും.